ഹലോ എവരിബഡി, ലൈറ്റ്സ് ഔട്ട് മലയാളം എന്ന ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് ചൈനീസ് GP 2026 സീസണിലെ രണ്ടാമത്തെ റൗണ്ടായ ചൈനീസ് ഫോർമുല 1 ഗ്രാൻഡ് പ്രീന് ശേഷം ഒരു റേസ് റിവ്യൂ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഞാൻ അതിനകത്ത് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിദ്ധാർത്ഥ്. എൻ്റെ കൂടെയുള്ളത് കാർത്തിക് ആൻഡ് രാഹുൽ. നമ്മൾ മൂന്നുപേരും കട്ട ഫോർമുല 1 ഫാൻസ് ആണ്. അപ്പോൾ വളരെ ചെറിയ പ്രായം മുതലേ നമ്മൾ ഈ സ്പോർട്ടിനെ വളരെ ക്ലോസ്ലി ഫോളോ ചെയ്ത് വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഈ സീസൺ തുടങ്ങിയപ്പോൾ ആദ്യത്തെ റേസ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വാച്ച് അലോങ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് സ്ട്രീം ചെയ്തോടാ, എന്നിട്ട് ബാക്കിയുള്ള മലയാളം ഫോർമുല 1 കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് ഉൾപ്പെടുത്തിക്കൂടാ എന്നൊരു ചിന്തയിലാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ ലൈവ് സ്ട്രീം ഞങ്ങൾ ചെയ്തു. ആ സ്ട്രീം ഞങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഡു വാച്ച് ഇറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കൂടിയിരിക്കുന്നത് റൗണ്ട് 2ന്റെ ഒരു റിവ്യൂ, ഫോർമുല 1 റേസ് റിവ്യൂ. ഇതൊരു സ്പ്രിന്റ് വീക്കെൻഡ് ആയിരുന്നു. 2026 ഒരു മേജർ റെഗുലേഷൻ ചേഞ്ച്, ടർബോ ഹൈബ്രിഡ് എറയ്ക്ക് ശേഷം ഒരു മേജർ എഞ്ചിൻ ചേഞ്ച് ആൻഡ് എയ്റോ ചേഞ്ച് കൊണ്ടുവന്ന ഒരു മേജർ റെഗുലേഷന് ശേഷമുള്ള ആദ്യത്തെ സീസണാണ്. നിങ്ങളെല്ലാവരും പോയത്രയും നമ്മളും വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ സീസണെ ഒറ്റുനോക്കിയിരുന്നത്. ഇതിനു മുമ്പത്തെ എയ്റോ റെഗുലേഷൻസ് റെഡ് ബുൾ തൂത്തുവാരിയപ്പോൾ ഈ റെഗുലേഷൻസ് ഏകദേശം മെർസിഡീസ് തൂത്തുവാരുന്ന ഒരു അറ്റത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ ഒന്നും പറയാറായിട്ടില്ല. ഇനിയും കുറെ റെഗുലേഷൻസ് വരാനുണ്ട്, കുറെ ചേഞ്ചസ് വരാറുണ്ട്. കുറെ ചേഞ്ചസ് ടീമായിട്ടും ഡ്രൈവേഴ്സായിട്ടും FIA ആയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു വലിയൊരു ബ്രേക്ക് സീസണിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ പലതും സംഭവിക്കാം. അപ്പോൾ ഈ ഒരു സീസൺ നിങ്ങളൊപ്പം ഫോർമുല 1 കാണാൻ ഞങ്ങളും ഉണ്ടാവും. So do join us for all our future watch-alongs. Now, I'll pass it on to Karthik. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ മെയിൻ റേസിൻ്റെ ആണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡ്രൈവർ സ്റ്റാൻഡിങ് ഇതാ നിങ്ങൾക്കിപ്പം സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാം. അപ്പം നമുക്ക് ഈ റേസിൽ ഓൾമോസ്റ്റ് ക്വാർട്ടർ ഓഫ് ദ റേസേഴ്സ് നമുക്ക് ഒന്നെങ്കിൽ ഡിഡ് നോട്ട് സ്റ്റാർട്ടാണ്, അല്ലെങ്കിൽ ഡിഡ് നോട്ട് ഫിനിഷാണ്. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മളെ റേസ് കംപ്ലീറ്റ് ചെയ്യാത്ത ഡ്രൈവേഴ്സിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് വാട്ട് കുഡ് ഹാവ് ഹാപ്പൻഡ്, വാട്ട് വർ ദെയർ ചാൻസസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ന് DNF ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തായാലും മാക്സ് വെർസ്റ്റാപ്പനാണ്. മാക്സ് സ്റ്റാർട്ടിങ് കഴിഞ്ഞ 2 റേസിലും മാക്സിന് സ്റ്റാർട്ടിങ് കുറച്ച് ട്രബിളിംഗ് ആണ്. കംപ്ലീറ്റ് സ്റ്റോളിംഗ് ഇല്ലെങ്കിലും മാക്സ് വിചാരിച്ച പോലെ ഒരു ഗെറ്റ് അവേ മാക്സിന് കിട്ടുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ പിന്നീട് ചിലപ്പം ചാമ്പ്യൻഷിപ്പിൽ വലിയൊരു ഫാക്ടർ ആവാൻ ചാൻസ് ഉള്ള ഒരാളാണ്. വി ക്യാൻ നെവർ ഫുള്ളി റൂൾ ഔട്ട് മാക്സ് വെർസ്റ്റാപ്പൻ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഐ ഫീൽ ലൈക്ക് റെഡ് ബുളിന് പൊതുവേ 2 വീക്കെൻഡും വലിയ സ്ട്രോങ് അല്ല. ഐ മീൻ ക്വാളിഫയിങ് പിന്നെയും മാനേജബിൾ ആണ്, പക്ഷെ 2 റേസും റെഡ് ബുള്ളിന് തീരെ ഇതില്ല. ഇന്ന് ഹാജർ ആയാലും വലിയൊരു എന്തോ ഒരു ലക്കില്ലാത്ത പോലെ. ഹി ഫിനിഷ്ഡ് P8, ബട്ട് എന്നാലും ഐ ഫീൽ ലൈക്ക് ഹി കുഡ് ഹാവ് ഡൺ ബെറ്റർ. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? രാഹുൽ. റെഡ് ബുൾ ഒരു ഡൗൺഫോൾ തന്നെയാണ് പുതിയ റെഗുലേഷൻ വന്ന പോലെ. കഴിഞ്ഞ സീസൺ ലാസ്റ്റ് അത്രയും സ്ട്രോങ് ആയി ഫിനിഷ് ചെയ്ത് വിചാരിക്കാതെ നോറിസിനൊക്കെ ഭയങ്കര ചാലഞ്ച് കൊടുത്ത ശേഷം പുതിയ റെഗുലേഷൻ വന്നു. അവർ സ്വന്തമായിട്ടുള്ള പവർ യൂണിറ്റിലോട്ട് മാറി. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞാലും ആദ്യത്തെ 2 റേസ് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആണ് റെഡ് ബുളിന്റെ. തിങ്സ് രണ്ടും നല്ല ഡ്രൈവേഴ്സ് ആണ്. ഹാർജറും പൊട്ടൻഷ്യൽ ഉള്ള ഡ്രൈവറാണ്. മാക്സ് പ്രൂവൺ ഡ്രൈവറാണ്. One of the best in the grid, if not the best. Me being a Hamilton fan will always put him maybe on top, but still. So, let's start. Maxim Kim, Antonelli been poor with starts, sprint കഴിഞ്ഞ റേസും. But Max has also been poor. But Kimi and ഈ റേസ് he improved, but Max couldn't. He fell down the wall. പക്ഷേ Max എപ്പോഴും he's coming back. ആണ് കാറുണ്ട്. If the strategy is okay, he'll always finish strong. Even the car didn't let him finish, couldn't finish in the points either. അപ്പോൾ അടുത്ത് പോയി വേറൊരു DNF. He's not used to it. കുറെ കാലമായിട്ട് he's not used to it. പുതിയൊരു ഏരിയ ആണ്. അപ്പോൾ I don't know how it will affect his mental
മാക്സ് he could turn maybe more aggressive, അല്ലെങ്കിൽ maybe he'll right off the season എന്ത് ചെയ്യുന്ന അറിയില്ല. സോ maybe my new mature മാക്സ് സ്റ്റെഫൻ അല്ലെങ്കിൽ ഒരു മെൽറ്റ് ഡൗൺ കാണോ, എന്താണ് എങ്ങോട്ടാണ് പോണെന്ന് മാക്സിന് കരുതി അറിയില്ല. ബട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് റെഡ് ബുൾ വിൽ ഓൾവേസ് കം ബാക്ക്. പക്ഷെ പറഞ്ഞല്ലോ മറ്റേ നമ്മുടെ അഡ്രിനോവി പോയി. അപ്പോൾ ഒരു എയറോ ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം ത്രൂ ഔട്ട് ദ സീസൺ പ്രോഗ്രസ് ചെയ്യും, അത്രയും നല്ല എയറോ തിരിച്ചു വരുമെന്ന് അറിയില്ല. ദിസ് ബീങ് ദ സ്ട്രോങ് പോയിന്റ്. എഞ്ചിൻ സ്വന്തം പവർ ട്രെയിൻ ആയി, എത്ര മാസം തിരിച്ചു വരുമെന്ന് അറിയില്ല. അപ്പൊ ഇത് റെഡ് ബുളിന്റെ ഐ തിങ്ക് അടുത്തൊരു 3-4 കൊല്ലത്തെ തന്നെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഇയർ ആയിരിക്കും ട്രജക്ടറി കാണാൻ. അല്ലെങ്കിൽ they will have to make major signings in the engineering department. ഒരു തീർച്ചയായിട്ടും കംപ്ലീറ്റ് അത് ഓവർഹോൾ നടന്നിട്ടുണ്ടല്ലോ ഉം, അവരുടെ ടെക്നിക്കൽ ടീമിൽ തന്നെ. വലിയ പ്ലെയേഴ്സൊക്കെ പോയി. ഉം, ഉം. പിന്നെ പുതിയ ആൾക്കാർ എത്രത്തോളം ആ ഒരു ലെഗസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു നമുക്കൊരു ഐഡിയ ഇല്ല. ശരിയാണ്. ഇപ്പോ എയ്റ്റിൻഡുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കോർ റെഡ് ബുൾ ടീമിലുണ്ടായിരുന്നത് ക്രിസ്റ്റ്യൻ ഹോണർ ഇപ്പോൾ ഇല്ല. ക്രിസ്റ്റ്യൻ ഹോണർ ആ റെഡ് ബുൾ ഫ്രം ദ ബിഗിനിങ് ആ ടീമിനെ പല സീസണിലും പല ചലഞ്ചസിലും ലീഡ് ചെയ്ത ഒരു ടീം പ്രിൻസിപ്പൽ എന്തെങ്കിലും മൂപ്പരില്ല. അതേപോലെ ജോണത്തൻ വീറ്റ്ലി നമ്മളെപ്പോഴും എന്താ പറയാ അധികം ലൈംലൈറ്റ് ഷെയർ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ജോണത്തൻ വീറ്റ്ലിയാണ് ഇപ്പോഴത്തെ ഓഡി ടീം പ്രിൻസിപ്പൽ. അദ്ദേഹം റെഡ് ബുളിന്റെ സമയത്ത് റെഡ് ബുളിന്റെ എന്താ പറയാ ഈ റെഗുലേഷൻസ് മാസ്റ്റർ മൈൻഡ് ആയിരുന്നു. ഈ ഒരു റെഗുലേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ലൂപ്പ് ഹോൾ കണ്ടെത്തുക, എങ്ങനെയൊക്കെ വണ്ടി ഡെവലപ്പ് ചെയ്യുക, ടീമിനെ പ്രവർത്തിപ്പിക്കുക എന്നൊരു ഒരു മാസ്റ്റർ മൈൻഡ് ആയിരുന്നു. അവരും ഇപ്പോൾ റെഡ് ബുള്ളില്ല. അപ്പൊ റെഡ് ബുൾ ഇസ് അണ്ടർ ദ ഹാൻഡ്സ് ഓഫ് പ്രിറ്റി ന്യൂ എന്താ പറയാ പീപ്പിൾ ടു ബി ഓണസ്റ്റ്. കാരണം അതിൽ കുറെ ആൾക്കാർ ആസ്റ്റൺ മാർട്ടിനിലോട്ട് പോയി, ന്യൂ ഇയറിന്റെ ഒഴികെ. അല്ലാണ്ട് തന്നെ കുറെ ആൾക്കാർ മെക്ലാരനിലോട്ട് പോയി. പിന്നെ ദേ ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ഫോർഡ് ഫോർ ദ ന്യൂ എഞ്ചിൻ. പ്രീ സീസൺ ടെസ്റ്റിംഗ് വെച്ച് നോക്കുമ്പോൾ എഞ്ചിന് വലിയ റിലയബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റേസ് പാക്കിൽ റേസ് കണ്ടീഷൻസിൽ ഇറ്റ് ഡസൻ സീം ടു ബി പെർഫോമിങ് വെൽ. പിന്നെ എന്താ പറയാ ഇത്തവണ ലൈംലൈറ്റ് അധികവും നമ്മൾ പ്രീ സീസൺ ടെസ്റ്റിംഗിൽ കൊണ്ടുപോയത് വില്യംസും ആസ്റ്റൺ മാർട്ടിൻ ആയിരുന്നു ബിക്കോസ് ഓഫ് ദെയർ ഡൗൺഫോൾ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയതൊരു കാര്യമാണ് റെഡ് ബുളിന്റെ പെർഫോമൻസ്. റെഡ് ബുൾ ശരിക്കും പറയുകയാണെങ്കിൽ മൈലേജ് ഉണ്ടായിരുന്നു, പക്ഷെ ലാപ്പ് ടൈംസോ അതൊന്നും ഒന്നാമത് പ്രീ സീസൺ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് നമ്മളത് ശ്രദ്ധിക്കൂല, കാരണം ഇറ്റ്സ് ഇറലവൻറ്റ്. പക്ഷെ വെദർ ദ പ്രോഗ്രാംസ് സക്സസ്ഫുൾ, വെദർ അവരുടെ എഞ്ചിൻ അവർ ഉദ്ദേശം അവർ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ വലിയ ചോദ്യത്തിനാണ്. പിന്നെ മാക്സ് ആസ് യു നോ, അവന് ഏത് വണ്ടി കൊടുത്താലും അതിന്റെ മാക്സിമം അറ്റംപ്റ്റ് ആ വണ്ടിയിൽ നിന്ന് പൊട്ടൻഷ്യൽ എന്താ പറയുക പിഴിഞ്ഞെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അപ്പോ അവര് ഇതേമാതിരി ആദ്യത്തെ 2 സീസണിലും എന്താ പറയുക ഒരു പുതിയ ഡ്രൈവർ ചെയ്യുന്ന റൂക്കി എറർ ചെയ്യുന്ന ഒരു എഞ്ചിൻ ഇൻസ്റ്റാൾ ചെയ്യുക, ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇറ്റ് വുഡന്റ് ബി എ ഡ്രൈവർ എറർ കൺസിഡറിങ് വാട്ട് മാക്സ് വെർസ്റ്റാപ്പൻ ഇസ്. അപ്പോൾ ദർ ഇസ് സംതിങ് സീരിയസ് ഗോയിങ് ഓൺ വിത്ത് ദ ഫോർഡ് പവർ ട്രെയിൻ. അത് ഐ ഡോണ്ട് തിങ്ക് നമ്മളെ മീഡിയാസിലാണെങ്കിലും അതിനെപ്പറ്റി വലിയൊരു ചർച്ച വന്നിട്ടുണ്ടെന്ന്. കാരണം മേജർ ലൈംലൈറ്റ് ഇപ്പോഴും പോകുന്നത് ആസ്റ്റൺ മാർട്ടിനിലോട്ടൊക്കെയാണ് വെൻ ഇറ്റ് കംസ് ടു പവർ ട്രെയിൻസ് ആൻഡ് ഓൾ, ആൻഡ് മെർസിഡീസ് ബിക്കോസ് ഓഫ് ദെയർ മേജർ ബൂസ്റ്റ് ഇൻ പെർഫോമൻസ്. അപ്പോൾ ഷോക്കിംഗ് ആയിരുന്നു മാക്സ് വെർസ്റ്റാപ്പന്റെ എന്താ പറയുക DNF. കാരണം ഹി വാസ് അപ്പ് അണ്ടിൽ ദെൻ ഹി വാസ് ഡൂയിങ് പ്രിറ്റി വെൽ. ഒരു പോയിന്റ് ഫിനിഷ് നമ്മൾ ഉറപ്പിച്ചായിരുന്നു മാക്സ് വെർസ്റ്റാപ്പന്റെ. പക്ഷേ ഡിസപ്പോയിന്റിങ് ഡേ ഇൻ ദി എൻഡ്. സ്പ്രിന്റിലും മാക്സിന് പോയിന്റ് ഇല്ല തോന്നുന്നു അല്ലേ? സ്പ്രിന്റിന് മാക്സിന് പോയിന്റ് ഉണ്ടായിരുന്നോ? ഞാൻ നോക്കട്ടെ. സ്പ്രിന്റില് As മാക്സിന് far as പോയിന്റ് I remember ഇല്ല. കാരണം he finished outside P8. 9th ആയിരുന്നു. 9th ആയിരുന്നല്ലേ? യെസ്. അപ്പോ ഒന്നാമത് സ്പ്രിന്റ് വീക്കെൻഡിന്റെ വലിയൊരു ഫാൻ അല്ല മാക്സ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ സീസൺ എല്ലാം മാക്സിനെതിരെ ആയതുകൊണ്ട് അതൊരു വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണ്. മാക്സ് വെർസ്റ്റാപ്പൻ ഫാൻ, അത് പേഴ്സണലി കാണാൻ എനിക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് ഡിസ്ഹാർട്ടനിങ്. But yeah, unfortunately, it was not a day to look by for Max Verstappen. നമ്മളിനി അടുത്ത് നമ്മൾ ആരെ പറ്റി സംസാരിക്കുന്നു? നമ്മളൊക്കെ മെക്ലാരൻസ് തന്നെ പോവാം. അതാണല്ലോ നമ്മുടെ യെസ്, ബിഗ് സർപ്രൈസ്. ഐ തിങ്ക് പ്രാക്ടീസ് സ്ട്രോങ്. ഒരു പ്രാക്ടീസ് സെഷനേ ഉണ്ടായിരുന്നുള്ളൂ. P3 P4
അപ്പൊ എനിക്ക് തോന്നി മറ്റേ എഞ്ചിൻ മേ ബി ദേ ഫിഗർ ഔട്ട് ദ എഞ്ചിൻ എയർ ഇസ് ഓൾവേസ് യെസ്. എഞ്ചിൻ മേ ബി ദേ ഫിഗർ ഔട്ട് ദർ ബാക്ക് എന്നൊക്കെ തോന്നി. ആൻഡ് ഈവൻ ആൻഡ്രസ്റ്റെല്ല പറഞ്ഞല്ലോ ക്വാളിഫൈങ് they need to figure out the Mercedes power unit, and I think they are doing that pretty well now. യെസ്. and qualifying Lando, Oscar, they performed very well. നല്ല പൊസിഷൻസ് ആയിരുന്നു. But yeah, couldn't get the car to the grid. ഗ്രിഡിൽ എത്തിയ പോലും ഇല്ല. അതെ. നോറിസ് ഫസ്റ്റ് പിറ്റ് വാസ് ക്ലോസ്ഡ്, ഇലക്ട്രിക്കൽ ഇഷ്യൂ. കഴിഞ്ഞപ്പോൾ പിയാസ്ട്രി ഒന്നും പറയാനില്ല ശരിക്കും. ലൈക്ക് ഹാപ്പൻസ് ഐ ഗസ്. എന്നാലും ഐ തിങ്ക് ജോർജിന്റെ സെയിം ഇഷ്യൂ ഉണ്ടായി. അവർ 4 പ്രാവശ്യം ഓൺ ചെയ്ത് ഓഫ് ചെയ്തപ്പോ ശരിയായി എന്നാണ് ടോട്ട പറഞ്ഞത്. ഇവർക്ക് പക്ഷെ ഓൺ ചെയ്ത് ഓഫ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലെന്നാണ്. കാരണം റേസ് സ്റ്റാർട്ട് ആ സമയത്ത് റിട്ടയർ. സോ അതല്ല, അപ്പം മെഴ്സിഡീസ് എഞ്ചിന്റെ ഒരു റിലയബിലിറ്റി ക്വസ്റ്റ്യൻ എപ്പോ വേണമെങ്കിലും എന്നാലും മുന്നേ എഞ്ചിൻ റെഗുലേഷൻ മാറിയപ്പോൾ അവർക്ക് റിലയബിലിറ്റി അറ്റ് പോയിന്റ് വാസ് കുറച്ച് ഇഷ്യൂ. അങ്ങനെ എന്തെങ്കിലും ഒരു DNF ഒക്കെ വരികയാണെങ്കിൽ ചാമ്പ്യൻഷിപ്പ് മൈ ബിക്കം സ്പൈസി. അല്ലെങ്കിൽ ബട്ട് മെക്ലാരൻ ഒന്നും കമന്റ് ചെയ്യാനില്ല. കാർ ടു ദ ഗ്രിഡ് ഒരുപാട് പോയിന്റ്സ് പോയി. ദേ ഹാഡ് പൊട്ടൻഷ്യൽ. അറ്റ്ലീസ്റ്റ് P5 P6 വാസ് ദേഴ്സ്. ഈ വീക്കെൻഡ് നത്തിങ്. മക്ലാരന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 23-24 സീസൺ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് അവരെ എപ്പോഴും അലട്ടിയുന്നൊരു പ്രശ്നമായിരുന്നു. മക്ലാരൻസ് വാസ് നോട്ട് ലൈക്ക് നോൺ ഫോർ ദ ഇലക്ട്രിക്കൽ എക്സ്പെർട്ടീസ്. പക്ഷേ അവർ 2025 ദേ കേം ഔട്ട് വിത്ത് എ ഗുഡ് പാക്കേജ്. ആൻഡ് ഐ തിങ്ക് ഈക്വൽ അവർ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യുന്നത് ആ പാക്കേജ് തന്നെയാണ്. അവർക്ക് കിട്ടിയ മെഴ്സിഡീസ് എഞ്ചിൻ എന്നെ ചുറ്റിപ്പറ്റി ആ കാറ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത് മനസ്സിലായത്. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് പോലും എഞ്ചിനൊരു കഴിഞ്ഞ റേസിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് അവർക്ക് കിട്ടിയില്ല ടൈമിന്. അതുകൊണ്ടാണ് അവർക്ക് തീരെ പെർഫോം ചെയ്യാൻ പറ്റാത്തതെന്നുള്ള ആൻഡ്രൂ സെല്ലന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് നോട്ട് ഹാപ്പി വിത്ത് ടോട്ടോ ആസ് എൻ എഞ്ചിൻ സപ്ലയർ. ബട്ട് വേറൊരു മീമും കണ്ടിരുന്നു ഞാൻ. ഈ മെക്ലറൻ ഇപ്പോ 3 ആയി, DSQ ആയി, DNF ആയി, ഇപ്പൊ ഡിഡ് നോട്ട് സ്റ്റാർട്ട് ആയി. അങ്ങനെ 3 കാറ്റഗറിയും മെക്ലാരൻ ഈ 2 കൊല്ലം കൊണ്ട് 2 സീസണും കൊണ്ട്. പിന്നെ ആസ് എ ഡിഫെൻഡിങ് കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻ, കഴിഞ്ഞ 2 കൊല്ലത്തെ കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻ ആണ്. അവർക്ക് ശരിക്കും വളരെ നാണക്കേടാണ് അവരുടെ വണ്ടി സ്റ്റാർട്ട് പോലും ചെയ്തില്ല എന്ന് പറയുന്നത്. അപ്പോ ദാറ്റ് വാസ് വെരി ഡിസപ്പോയിന്റിങ്. പിന്നെ ഓവറോൾ ഈവൻ നമ്മളിപ്പോ പ്രീ സീസൺ ടെസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ പോലും ലാൻഡോ നോറിസ് ആസ് എ ഡിഫെൻഡിങ് വേൾഡ് ചാമ്പ്യൻ ആ ഒരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്. അതായത് നമ്മളിപ്പോ ഒരു ഡിഫെൻഡിങ് വേൾഡ് ചാമ്പ്യൻ ഒരു അടുത്ത സീസണിലോട്ട് വരുമ്പോൾ അവരൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യല്ലോ. യെസ്, ഐ എം ദ ആ നമ്പർ 1 കാറിന് മേലെ നമ്പർ 1 എന്നതിന്റെ ഒരു ഇംപ്രഷൻ അവർക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് അബ്സല്യൂട്ട്ലി ഡിസപ്പോയിന്റിങ് മെക്ലാരനെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോ യാ. And it's even more disheartening in case of Piastri, because home raceilum he couldn't start, and EU raceilum, like, considering that നേരത്തെ പറഞ്ഞ പോലെ he was one of the top contenders for the title last year. അപ്പം അങ്ങനെ ഒരാൾക്ക് ഇതുവരെ ഒരു പോയിന്റ് പോലും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല മെയിൻ റേസിൽ എന്ന് പറയുമ്പം ഇറ്റ്സ് ആക്ച്വലി വെരി വെരി ട്രബിളിങ്, especially considering that they have the same power unit as Mercedes. നോക്കാം, ലെറ്റ് സീ ഹൗ തിങ്സ് ടേൺ ഔട്ട്. കാരണം if they can turn up to the grid, then നമുക്ക് കുറച്ചും കൂടിയും അറ്റ്ലീസ്റ്റ് ആ ഒരു മേ ബി നോട്ട് ടച്ച് ദ മെർസിഡീസ്, ബട്ട് ഫെറാറി ആയിട്ടൊരു ക്ലോസ് ബാറ്റിലെങ്കിലും അവർക്ക് ഒന്ന് സ്റ്റേജ് ചെയ്യാൻ പറ്റും if they have everything right. എക്സാക്ട്ലി. പിന്നെ ഓസ്കർ പിയസ്ട്രിക്ക് ഇക്കൊല്ലം എന്താ പറയാ, തുടക്കത്തിൽ തന്നെ കണ്ട കശനിയാണെന്ന് തോന്നുന്നു. കാരണം ടെക്നിക്കലി ഹാസ് ഡൺ 0 ലാപ്സ് ഈ സീസണിൽ. അവനെക്കാട്ടി അധികം ലാപ്പ് സേഫ്റ്റി കാർ ഈ സീസൺ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ വേറൊരു മീമ് വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇറ്റ്സ് ഹൊറൻഡസ് സ്റ്റാർട്ട് ഫോർ ഓസ്കർ പിയസ്ട്രി, എസ്പെഷ്യലി കഴിഞ്ഞ കൊല്ലത്തെ എന്താ പറയാ, ഈ കഴിഞ്ഞ കൊല്ലം ഈ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ പിയസ്ട്രി വാസ് അബ്സല്യൂട്ട്ലി സ്ട്രോങ്. കഴിഞ്ഞ കൊല്ലത്തെ റേസ് വിന്നറാണ്. ഇക്കൊല്ലം റേസ് പോലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ ഔട്ടായി പോയത്. പിന്നെ നമ്മൾ ഇന്നത്തെ റേസസ് നോക്കുകയാണെങ്കിൽ അടുത്ത വേറെ ഒരു ബിഗ്ഗസ്റ്റ് സർപ്രൈസ് അല്ല, അറ്റ് ദിസ് സ്റ്റേജ് ഇറ്റ് ഹസ് ബിക്കം എ നോം, ആസ്റ്റൺ മാർട്ടിൻ. ആസ്റ്റൺ മാർട്ടിനെ സംബന്ധിച്ചോളം അനദർ ഫോർഗറ്റബിൾ. അവര് ഏഡ്രിയൻ ന്യൂയി നമ്മളുടെ സീസൺ തുടങ്ങുന്ന ഒരാഴ്ച മുമ്പേ എന്ത് എക്സ്പെക്ടേഷനാണ് സെറ്റ് ചെയ്തത്, എക്സ്പെക്ടേഷനിലാണ് ഇപ്പോൾ അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാൻസ് സ്ട്രോൾ ഫിനിഷ് ചെയ്തില്ല. ഫെർണാണ്ടോ അലോൺസോ ഒരു 35 ലാപ്പ് കഴിഞ്ഞപ്പോൾ നിർത്തി പോന്നു.
അപ്പോ രാഹുൽ എന്താണ് പറയാനുള്ളത് ആസ്റ്റൺ മാർട്ടിനെ പറ്റി? യെസ്, ഐ തിങ്ക് ഹോണ്ട ശരിക്കും പറ്റിച്ചെന്നാണെങ്കിൽ പറയാനുള്ള അവസ്ഥ തോന്നും. യെസ്, എനിക്ക് തോന്നുന്നത് ഈ റെഗുലേഷൻ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു ടീം ആസ്റ്റൺ മാർട്ടിൻ ആയിരുന്നു. എവരിവൺ ഹാഡ് ഹൈ ഹോപ്സ്. അലോൺസോന്റെ ഒരു യുനോ തിരിച്ചു വരവ്, പല പല ആസ്പെക്ട് സ്റ്റോറി ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി ഇപ്പൊ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറെയൊക്കെ സ്ട്രൈറ്റ്സിൽ ഐ തിങ്ക് അലോൺസോ കൈ സ്റ്റിയറിംഗിൽ നിന്ന് എടുത്തിട്ട് റെസ്റ്റിംഗ് ബിക്കോസ് ഓഫ് വൈബ്രേഷൻ. അപ്പൊ ഹെൽത്ത് കൺസേൺസ് അതെ അതെ. മുന്നേ ഈ പോർപ്പോയിസിന്റെ ഇഷ്യൂ ഉള്ളപ്പോ ഹാമിൽട്ടൺ റസലൊക്കെ കുറച്ച് അനുഭവിച്ചു ഉം, പറയാം. ഉം, ഐ തിങ്ക് ഉം. 35 ലാപ്പ് കഴിയുമ്പോഴേക്കും ഇത്ര ഇഷ്യൂ വരുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് വെരി ബിഗ് ഇഷ്യൂസ് ഉണ്ട് എഞ്ചിൻ സൈഡിൽ വൈബ്രേഷൻസ്. സോ ഇത് പെട്ടെന്ന് റിസോൾവ് ചെയ്യാൻ പറ്റുമോ? എത്രമാത്രം റിസോൾവ് ചെയ്യാൻ പറ്റും? നോട്ട് ജസ്റ്റ് ഇപ്പോഴത്തെ എഞ്ചിൻ മാറിയാലും പിന്നെ അവര് പാക്കേജ് ഇറ്റ്. അപ്പൊ ഉം. ഇപ്പൊ എയറോ ഓക്കെ ആണെന്ന് തന്നെ അറിയില്ല. അപ്പൊ എയറോ എല്ലാവരും നോയിയുടെ എയറോ ആണ് വിൽ ബി ഫൈൻ എന്നൊക്കെയാണ് വിചാരം. ബട്ട് എയറോ ഉം. സ്ട്രോങ് ആണോന്നും ഈ പറഞ്ഞ ഒരു പ്രോപ്പർ എഞ്ചിൻ വന്നാൽ തന്നെ അറിയുള്ളൂ. അവർ എവിടെയാണ് നിൽക്കണമെന്നൊരു പിടിയില്ല. ഇപ്പൊ എന്തായാലും അവസാനമാണ്, ഫിനിഷ് ചെയ്യുന്നില്ല. സ്റ്റിൽ ഉം. എന്താ പറയാ, വെരി ഡിസപ്പോയിന്റിങ്. അലോൺസോ ഇനി എത്ര കാലം ഹോപ്പ് ചെയ്ത് പിടിച്ചേക്കെന്ന് അറിയില്ല. നോർത്തേക്ക് മുമ്പ് ടാറ്റയൊക്കെ കൊടുക്കണാണ്. സോ ഐ തിങ്ക് പെരസിന് സെർജിയോ പെരസ് അപ്പോ ഭയങ്കര സാഡാണ് കാരണം അലോൺസോനെ അങ്ങനെ കാണാൻ. ബട്ട് ട്രോള് പിന്നെ വണ്ടി റോട്ടി നിർത്തി 10 ലാപ്പ് കഴിയുമ്പോഴേക്കും പോയി. അലോൺസോ മാക്സിമം 25-35 ലാപ്പ് വരെ ഓടിച്ചു. പക്ഷെ എന്താ 25 ലാപ്പ് എന്നുള്ളപ്പോ 35 ആയി. മേ ബി സീസൺ അവസാനം പോയിക്കും സമ്മർ ബ്രേക്ക് ആകുമ്പോഴേക്കും ഐ തിങ്ക് ഫിക്സ് ഇറ്റ്. സോർട്ട് തിങ്സ് ഔട്ട്. സമ്മർ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോ ഐ തിങ്ക് വരില്ലായിരിക്കും. ഹോണ്ടയും പണ്ടോട്ടെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് they build good engines റെഡ് ബുളിനൊക്കെ വേണ്ടി. so they have it in them. അപ്പൊ തുടക്കത്തിൽ ഇഷ്യൂ ആണ്. മേ ബി ആഫ്റ്റർ സമ്മർ ബ്രേക്ക് വിൽ സീ എ ഡിഫറെന്റ് ഹോണ്ട എഞ്ചിൻ. നോക്കാം. Exactly. Karthik. ഐ മീൻ നമുക്ക് ഇതിലും കൂടുതലൊന്നും പറയാനൊന്നുമില്ല അവരെ കുറിച്ച്. ദേ ആർ യുനോ ഈ പറഞ്ഞ പോലെ ന്യൂയി ടീം പ്രിൻസിപ്പളായി വരുമ്പോൾ നമ്മൾ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലെറ്റ് സി ഹൗ ദേ ടേൺ ഇറ്റ് അറൗണ്ട്. ബട്ട് ഐ ട്രസ്റ്റ് ഇൻ ന്യൂയി ടു അറ്റ്ലീസ്റ്റ് ഈ എൻഡ് ഓഫ് ദ സീസൺ ആകുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു പോയിൻറ്റ്സ് ഫിനിഷിലെങ്കിലും അവരെത്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് as when they don't have a reliable engine you can't do anything about it. അതുകൊണ്ട് ഇപ്പം തൽക്കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല. they are stuck there and let's see. അലോൺസോൻ്റെ ശരീരത്തിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഹോപ്പ് പോകുന്നത് നമുക്ക് കാണാം ഓരോ റേസും. കാണാം. ബട്ട് ലെറ്റ്സ് സീ. കാരണം അലോൺസോന് ഇനിയിപ്പോ 3ാമത്തെ ചാമ്പ്യൻഷിപ്പ് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ തന്നെ വേറെ ടീം പോകാനില്ല മൂപ്പർക്ക്. ആകെയുള്ളൊരു ഓപ്ഷൻ തിരിച്ച് ആൽപ്പിനിലോട്ട് തിരിച്ചു പോകുന്നുള്ളത്. പക്ഷെ അതും ഇനിയില്ല. മൂപ്പർക്ക് തന്നെ ഒരു എന്താ പറയാ, ഒരു ആ മൈൻഡ് സെറ്റായി. എന്റെ ടൈം ആവാറായി എന്നൊരു മൈൻഡ് സെറ്റ് മൂപ്പർക്ക് വന്നു കഴിഞ്ഞു. ബട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോ ഇതിനു മുമ്പേ ഹോണ്ട ഇതേമാതിരി മക്ലാരന്റെ എഞ്ചിൻ പാർട്ട്ണർ ആയപ്പോഴാണ് നമുക്ക് നമ്മളെ ഇൻഫേമസ് GP2 എഞ്ചിൻ എന്നുള്ള ഓഡിയോ മെസ്സേജ് അലോൺസോന്റെ നമ്മൾ കേട്ടത്. അന്ന് മക്ലാരൻ ചെയ്തത് ഫുൾ ബ്ലെയിം ഹോണ്ടന്റെ തലയിൽ ഏൽപ്പിച്ച് പിന്നെ അതൊരു എന്താ പറയാ ഭയങ്കര ഒരു അഗ്ലി റിലേഷൻഷിപ്പായി മാറി ബിറ്റ്വീൻ ഹോണ്ട ആൻഡ് മക്ലാരൻ. ബട്ട് അറ്റ്ലീസ്റ്റ് ഇവിടെ ഇൻ ദിസ് കേസ് ദേ ആർ വർക്കിംഗ് ടുഗെദർ. ഇപ്പോൾ ന്യൂയി ആണെങ്കിലും ഹോണ്ട ജപ്പാനിൽ പോയി അവരുടെ ഹോണ്ട എഞ്ചിൻ ഫെസിലിറ്റി. കാരണം നമ്മൾ വേറെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ആസ്റ്റൺ മാർട്ടിൻ സ്വന്തമായിട്ടാണ് ഗിയർ ബോക്സ് ഉണ്ടാക്കുന്നത്. ആസ്റ്റൺ മാർട്ടിന്റെ ഗിയർ ബോക്സ് ആണ് ഹോണ്ടയുടെ എഞ്ചിനിൽ ഘടിപ്പിച്ച് പോകുന്നത്. സോ ഹോണ്ടയുടെ എഞ്ചിന് പവർ കുറവുണ്ട്. അറ്റ്ലീസ്റ്റ് എന്താ പറയാ എത്രയോ HP 30 to 50 HP ഒക്കെ കുറവാന്നാണ് ഞാൻ കേട്ടത്. ദ നമ്പേഴ്സ് കുഡ് ബി ഡിഫറെന്റ്. ബട്ട് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് കമ്പയർഡ് ടു അതർ എഞ്ചിൻസ് ഹോണ്ട എഞ്ചിൻ വിചാരിച്ചത്ര RPM കയറുന്നില്ല എന്നാണ്, RPM ലെവലിലോട്ട് ഹിറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇനീഷ്യൽ റിപ്പോർട്ട്സ് ഞാൻ വായിക്കുന്നത്. പിന്നെ കമ്പൈൻഡ് വിത്ത് ദാറ്റ് ഈ ആസ്റ്റൺ മാർട്ടിൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഗിയർ ബോക്സ് അതും നമ്മൾ കൺസിഡറേഷനിൽ എടുക്കേണ്ടതാണ്. ബട്ട് ദേ ആർ വർക്കിംഗ് ടുഗെദർ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ്റ്റൺ മാർട്ടിനിലെ ടീം മെമ്പേഴ്സ് ഒക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ്. എല്ലാവരും മെർസിഡീസിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. സോ ആരെങ്കിലും ബൗൺസ് ബാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിപ്പോ നിലവിൽ ഓൺ പേപ്പർ ആസ്റ്റൺ മാർട്ടിൻ ആണ് ഉള്ളത്.
ഇപ്പൊ നമ്മൾ റെഡ് ബുൾ നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ സീസൺ ടുവേഴ്സ് ദി എൻഡ് എന്താ പറയാ റെഡ് ബുൾ ബൗൺസ് ബാക്ക് ചെയ്താലും അത് കുറെയൊക്കെ അവിടുന്ന് പോയ ആൾക്കാർ ചെയ്ത വർക്കിന്റെ റിസൾട്ട് ആയിരുന്നു. ഇപ്പൊ ക്രിസ്ത്യൻ ഓണർ ആണെങ്കിലും എഡിനൂയി ആണെങ്കിലും ഇവരൊക്കെ എന്താ പറയാ ലേറ്റർ പാർട്ട് ഓഫ് സീസൺ അവർ റോൾ ഔട്ട് ചെയ്യാൻ വെച്ചിരുന്ന അപ്ഡേറ്റ്സ് വന്ന് അതിന്റെ പാക്കേജിങ്ങിലാണ് റെഡ് ബുള്ള് കുറെയൊക്കെ സക്സസ് നേടി. അപ്പോൾ ലോറൻ മെക്കിയെ സംബന്ധിച്ചോളം ഇതൊരു പുതിയ ചാലഞ്ചാണ്. സോ പക്ഷേ കമ്പയറിംഗ് ടു ഓൾ ദ ടീംസ് വിത്ത് ദ ഫെസിലിറ്റീസ് ഓൾസോ ഇൻവോൾവ് എന്താ പറയാ ആസ്റ്റൺ മാർട്ടിൻ ആണ് ആ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളിപ്പോ കാണുന്നത്. പിന്നെ അടുത്ത എന്താ പറയാ ഡിഡ് നോട്ട് സ്റ്റാർട്ട് DNFs നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ മാക്സിനെ പറ്റി സംസാരിച്ചു, മക്ലാറിനെ പറ്റി സംസാരിച്ചു. പിന്നെ രണ്ടുപേരുള്ളത് അലക്സ് ആൽബണും ഗാബ്രിയൽ ബോർത്തോളിത്തുമാണ്. അപ്പോ ബോർത്തോളിത്തോനെ പറ്റി എന്ത് സംഭവിച്ചെന്ന് ആർക്കെങ്കിലും അറിയോ? എന്ത് പറ്റി ഗാബിക്ക്, എന്ത് പറ്റി ആർക്കെങ്കിലും അറിയോ? ഒരു ഐഡിയ ഇല്ല. ഗാബി റേസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞത് ഇത് പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് അവൻ ഗാരേജിൽ ക്യാപ്പ് വിട്ടിരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. ആൽബോണിന് പിന്നെ എന്തോ ഇലക്ട്രിക്കൽ ഇഷ്യൂ ആവുന്നു അല്ലേ? ആൽബോണും എന്തോ മേജർ ഇഷ്യൂ അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്തത്. അലക്സ് ആൽബോണെ സംബന്ധിച്ചോളം ഡിസാസ്റ്റർ സ്റ്റാർട്ട് ഓഫ് ദ സീസൺ ആണ്. ഒന്നാമത് വില്യൻസ് ആസ് എ ടീം, ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്, ഈ സീസൺ തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം അറ്റൻഷൻ പോയത് രണ്ട് ടീംസിനാണ്. ഒന്ന് വില്യംസും രണ്ട് ആസ്റ്റൺ മാർട്ടിനും. കാരണം ഇവർ രണ്ടുപേരും ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ചത്. ഒന്നാമത് ജെയിംസ് വോവൽ എന്ന ആള് വില്യംസിന്റെ ടീം പ്രിൻസിപ്പൾ ആയപ്പോൾ മൂപ്പര് ഡേ 1 മുഴുക്ക് സംസാരിക്കാൻ തുടങ്ങിയത് 2026 പറ്റിയിട്ടായിരുന്നു. എന്നിട്ട് അവസാനം 2026 എത്തിയപ്പോൾ ഒരു ഓവർ വെയിറ്റ് കാറും കൊണ്ടിട്ടാണ് അവർ വരുന്നത്. സോ അവിടെ വില്യംസിന് എന്ത് പറ്റി? ആൻഡ് ആൽബോണിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി അത്ര നല്ല എന്താ പറയാ ഒരു സീസൺ അല്ല, തുടക്കം സീസൺ സ്റ്റാർട്ടിങ് അല്ല ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. കാരണം കാർലോസ് സൈൻസ് പോയിന്റ്സിൽ ഫിനിഷ് ചെയ്തു. ആ ഓവർ വെയിറ്റ് കാറും വെച്ചിട്ട് കാർലോസ് പോയിന്റ്സിൽ ഫിനിഷ് ചെയ്തു. കാർലോസിനെക്കാട്ടും ടീം എക്സ്പീരിയൻസും ടീമിലെ നമ്പർ 1 ഡ്രൈവർ എന്ന് ഓൺ പേപ്പർ നമുക്ക് പറയാൻ പറ്റുന്ന അലക്സ് ആൽബോണിന് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കാണുമ്പോൾ അതൊരു വിഷമാണ്. അലക്സ് ആൽബോൺ, രാഹുൽ, അലക്സ് ആൽബോണിനെ പറ്റി രണ്ട് വാക്ക്. ഈ സീസണില് ആകെ നല്ല കാര്യം ആളുടെ ഹെൽമെറ്റ് ആണ് ബെസ്റ്റ് ഇൻ ദ കിഡ് ഐ ഗസ്. പക്ഷെ അതല്ലാതെ പെർഫോമൻസ് ഹാസ് ബീൻ ഐ തിങ്ക് മേ ബി ദ വേസ്റ്റ് ഇൻ ദ കിഡ്. ആൻഡ് ഈവൻ സ്ട്രോൾ വിത്ത് ദാറ്റ് ആസ്റ്റൺ മാർട്ടിനും ചെയ്യണ ലാപ്പ് മാക്സിമം ചെയ്തെന്ന് തോന്നുന്നു. ആൽബൺ വെരി ബാഡ് റേസസ്. വില്യംസ് ഐ തിങ്ക് വില്യംസ് ഈ പറഞ്ഞ പോലെ ഭയങ്കര മോശം കാറാണ്. ബട്ട് സ്റ്റിൽ സയൻസ് ആ ഓപ്പർച്യൂണിറ്റികളൊക്കെ സയൻസ് വാസ് ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ദ പോയിന്റ്സ്, 2 points, വാല്യുബിൾ പോയിന്റ്സ്. ഇതുപോലെ മിനിമം ഒരുപാട് പോയിന്റ്സ് കാണുമല്ലായിരിക്കും അവര് ഇനീഷ്യലി. ഇത്രയും DNF ഒക്കെ വരുമ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ബട്ട് ആൽബൺ ഹാഡ് എ വെരി ബാഡ് റേസ്. ഐ തിങ്ക് ഹി വിൽ ബൗൺസ് ബാക്ക് ഫ്രം പൊട്ടൻഷ്യൽ ഉള്ള ഡ്രൈവർ ആണ്. ഹീസ് ബീൻ ദെയർ ഇൻ വില്യംസ് ഫോർ സം ടൈം. സോ ഇപ്പൊ കോൺഫിഡൻസ് ഒക്കെ എഫക്റ്റ് ആയിട്ടുണ്ടാവും ചെറുതായിട്ട്. ബട്ട് തിങ്ക് എക്സ്പീരിയൻസ് ഡ്രൈവർ ആണ്. ഇറ്റ്സ് ബീൻ ഇൻ ഫോർമുല 1 കുറെ സീസൺസ്. And also his seat is safe. So അങ്ങനത്തെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. I think he will be comfortable enough to bounce back soon. ബിക്കോസ് മാത്രമല്ല നമ്മള് നോക്കുകയാണെങ്കിൽ ഈ 2024-2025 സീസൺ 2 സീസൺ എടുക്കുമ്പം അവർ സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. ലൈക്ക് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് 2025 ഐ തിങ്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസസ് എന്ന് തന്നെ പറയാം. കാരണം 2025 അവരെ സ്റ്റാർട്ടിങ് ഇതേപോലെ തന്നെ ആയിരുന്നല്ലോ. സയൻസ് വാസ് ഇൻ ഡൂയിങ് വെരി വെൽ, ബട്ട് ആൽബൺ വാസ് ഏബിൾ ടു കൺസിസ്റ്റൻ്റ്ലി കം ഇൻ ദ പോയിന്റ്സ്. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് സയൻസ് ഹി ബിക്കേം മോർ കംഫർട്ടബിൾ. സയൻസ് അങ്ങ് ഇടിച്ച് കയറിയത്, ഈവൻ ഓൾ ഹിസ് വേ ഇൻ ടു ദ പോഡിയം. അപ്പം അത്ര അങ്ങനെ ഒരു നല്ലൊരു ഗുഡ് എൻഡിങ്ങിൽ നിർത്തിയിട്ട് തിരിച്ച് നേരത്തെ സിദ്ധാർത്ഥേട്ടൻ പറഞ്ഞ പോലെ their team principles only statement has been that we are looking forward to 2026. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ആൻഡ് ദേ വർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. 2025 എൻഡിലൊക്കെ എത്തിയപ്പോൾ ഞാൻ നല്ലോണം വിചാരിച്ചിരുന്നു വിത്ത് ദാറ്റ് ന്യൂ മെർസിഡീസ് എൻജിൻ മേ ബി നെക്സ്റ്റ് ഇയർ ദേ വിൽ ഡു വെരി വെൽ. പക്ഷെ അത് ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് യു നെവർ നോ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. കാരണം പൊട്ടൻഷ്യൽ എഞ്ചിനാണ് അവർ എടുത്തുള്ളത്. മെർസിഡീസ് എഞ്ചിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറൗണ്ട് കണ്ടതുമാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് അഗൈൻസ് ഇനി അവരെ ഇപ്പൊ പണ്ടത്തെ ഒരു അവസ്ഥയല്ല. പണ്ടാണെങ്കിൽ എന്താ പറയുക സ്പോൺസേഴ്സും ഇല്ല, വലിയ ക്യാഷ് ഫ്ലോ ഒന്നും ഇല്ലാത്തൊരു ടീമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. വില്യംസ് ഒരു
ഒന്നാമതൊരു പ്രസ്റ്റീജിയസ് ബ്രാൻഡാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല സ്പോൺസേഴ്സും നല്ല ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ടീമുമാണ്. അപ്പൊ എവിടെയാണ് അവർക്ക് ഇത് പാക്കേജിംഗിൽ പിഴവ് പറ്റിയത്? ഒന്നാമത് കാർ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. ഒരു കാർ ഡെവലപ്പ് ചെയ്യാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് 2 കൊല്ലം കിട്ടിയിട്ട് ഒരു ഓവർ വെയിറ്റ് കാർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. കാരണം ബാക്കി പലതും നമ്മളിപ്പോ എന്താ പറയുക, വിൻടണലിലെ ഡേറ്റയും ട്രാക്കിലുള്ള ഡേറ്റയും നമ്മൾ മിസ്മാച്ച് വരാം, അതൊക്കെ ഫൈൻ. പക്ഷെ വെയിറ്റ് എന്നുള്ളത് ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി. അവർക്ക് എന്തുകൊണ്ട് ഇത് ഈ ഇത്രയും ടൈം എടുത്തിട്ടും അവർക്ക് ആ കാർ ഇത്രയും ഓവർ വെയിറ്റ് ആയിന്ന് ആണ് എന്താ പറയാ എല്ലാരെയും അലട്ടുന്ന, ആസ് എ വില്യംസ് ഫാൻ അലട്ടുന്ന ഒരു ചോദ്യമാണ്. നമ്മളെപ്പോഴും, ഞാനൊക്കെ കഴിഞ്ഞ സീസണിലെ വില്യംസിന്റെ കുത്തിച്ചേട്ടം കണ്ടിട്ട് എന്താ പറയാ പടയോട്ടം കണ്ടിട്ട് എന്താ പറയാ ഇൻ ജെയിംസ് വാൾസ് വി ട്രസ്റ്റ് എന്ന് കമന്റ് ഒക്കെ ചെയ്ത ആൾക്കാരായിരുന്നു. പക്ഷെ ഇറ്റ് ഹാസ് ബിൻ ഡിസപ്പോയിന്റിങ്. സോ ഐ ഡോണ്ട് നോ വേർ ദേ ഹാവ് ലോസ്റ്റ് ദി ട്രാക്ക്. ബട്ട് ആൽബോണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വളരെ നല്ല കപ്പാസിറ്റിയുള്ള ഡ്രൈവറാണ്. ഹി ഈസ് വെരി അഗ്രസീവ് ഇൻ ഹിസ് ഡ്രൈവിംഗ്സ് ആസ് വെൽ, ആൻഡ് പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. ടീമിനെ ഫോർവേഡ് എന്താ പറയുക നയിക്കാൻ കപ്പാസിറ്റി ഉള്ള കാർലോസിന്റെ കൂടെ കപ്പാസിറ്റി ഉള്ള ഒരു നല്ല ഡ്രൈവറുമാണ്. ബട്ട് അഗൈൻ അനദർ വീക്കെൻഡ് ടു ഫർഗെറ്റ് ഫോർ അലക്സ് ആൽബോൺ. നമ്മളിനി അപ്പോൾ നമ്മൾ ഏകദേശം റേസിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ റേസിൽ നിന്ന് ഔട്ടായി പോയ ആൾക്കാരെല്ലാവരും കവർ ചെയ്തു. നമ്മളിനി ഫിനിഷിംഗ് ഓർഡറിന് റിവേഴ്സ് ഓർഡറിൽ നമുക്കൊന്ന് മേലോട്ടേക്ക് പോവാം. ഇപ്പോൾ നമ്മള് റേസ് ഫിനിഷ് ചെയ്ത ആൾക്കാരിൽ 15th പൊസിഷനിൽ സെർജിയോ പെരസും ആണ് ഉണ്ടായിരുന്നത്. കാഡിലാക്കിനെ സംബന്ധിച്ചോളം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടൊരു വീക്കെൻഡ് എന്ന് ഞാൻ പറയില്ല. കാരണം എസ്റ്റാബ്ലിഷ്ഡ് ആയ 2 ടീംസ്, ആസ്റ്റൺ മാർട്ടിനും മെക്ലാരനും, അവർക്ക് മെക്ലാരൻ റേസ് സ്റ്റാർട്ട് പോലും ചെയ്തില്ല, ആസ്റ്റൺ മാർട്ടിൻ റേസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. 2 ടീംസിനെ വെച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ആസ് എ ബ്രാൻഡ് ന്യൂ എന്താ പറയുക ഔട്ട്ഫിറ്റ്, അതായത് ഒരു ഫ്രഷ് ആയിട്ടൊരു കാർ എടുത്ത് ഫെറാറിയിൽ നിന്ന് എഞ്ചിനും വാങ്ങി ഫ്രഷ് ആയിട്ടൊരു കാർ എടുത്ത് വന്നൊരു ടീം ഒരു റേസ് വീക്കെൻഡ്, അഥവാ ഒരു സ്പ്രിന്റ് വീക്കെൻഡ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ സക്സസ് ആണ്. കാരണം ഈവൻ സെർജിയോ പെരസിന്റെ സ്പ്രിന്റ് ക്വാലി ആണോ ഇന്നലത്തെ ക്വാളിഫൈങ് ഒന്നും അറിയില്ല, അവര് റേസ് തുടങ്ങിയപ്പോൾ അല്ല സ്പ്രിന്റിന്റെ അവസാനം സെർജിയോ പെരസിന്റെ എഞ്ചിൻ കവർ പറന്നുപോയി. അത് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ലാസ്റ്റ് ഫൈനൽ സെക്ടറിൽ, ആ ഫൈനൽ സ്ട്രേറ്റിൽ ആ ഡെബ്രി കടന്നിരുന്നത് ശരിക്കും സെർജിയോ പെരസിന്റെ എന്താ പറയുക എഞ്ചിൻ കവർ ആയിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റിലുള്ള ഒരു ടീം, ഐ മീൻ ഹൂസ് ജസ്റ്റ് ന്യൂ ടു ദി സ്പോർട്ട്, ഒരു പുതിയ കാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതൊരു ഒരു സ്പ്രിന്റ് വീക്കെൻഡ്, അതും റേസ് വീക്കെൻഡ്സ് ഓൾറെഡി ഹെക്ടിക് ആണ്, അതിലും ഹെക്ടിക് ആണ് ഒരു സ്പ്രിന്റ് വീക്കെൻഡ്. ആകെ ഒരു പ്രാക്ടീസ് സെഷനെ കിട്ടുള്ളൂ. ആ ഒരു റേസ് വീക്കെൻഡ് ഇവർ സക്സസ്ഫുള്ളി 2 കാറും ഫിനിഷ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഗുഡ് സ്റ്റെപ്പ്. പിന്നെ എന്താ പറയാ കാഡിലാക്കിന്റെ ടീം പ്രിൻസിപ്പൽ, പേര് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല, ഹി വാസ് എ മറൂഷിയ ഫോർമുല 1 എന്നൊരു ടീം ഉണ്ടായിരുന്നു പണ്ട്, അതിന്റെ ടീം പ്രിൻസിപ്പൾ ആണ്. പിന്നെ അഗെയിൻ എക്സ്പീരിയൻസ് ആയ 2 ഡ്രൈവേഴ്സ് ആണ്. അവരെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അവർ എല്ലാ റേസും ഒരു റിസർച്ച് മാതിരിയാണ് അവർ ആ ടീമിന് ഫീഡ് ചെയ്യുന്നത്. സോ ദ ഫാക്ട് ദാറ്റ് ദേ ഫിനിഷ്ഡ്, അവർ ആ റേസ് ഫിനിഷ് ചെയ്തെന്ന് തന്നെ കാഡിലാക്കിനെ സംബന്ധിച്ചോളം അതൊരു സക്സസ് ആണ്. അത് അവരെ സന്തോഷം അവരെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഹോപ്പ്ഫുള്ളി ആൻഡ് ഇന്ന് ഇതേപോലത്തെ ഒരു റേസ് വീക്കെൻഡ് വേറെ ഒരു 5-6 ആൾക്കാരൊക്കെ ഒരുമിച്ച് ഔട്ടായി പോവുകയാണെങ്കിൽ അവർ കാർ കുറച്ചും കൂടി പേസ് ഉണ്ടെങ്കിൽ, ഗിവൻ ദ ഡ്രൈവേഴ്സ്, ഐ തിങ്ക് ദേ ക്യാൻ ബി സീൻ ആസ് ഒരു പോയിന്റ് ഫിനിഷ് നമുക്ക് പൊട്ടൻഷ്യലി പ്രഡിക്ട് ചെയ്യാം ഇഫ് ദ സീസൺ ഗോസ് ഓൺ ലൈക്ക് ദിസ്. ആൻഡ് രാഹുൽ, പുതിയ ടീം, നോ എക്സ്പീരിയൻസ്, ടേക്ക് ഓവർ ഒന്നല്ല, ഫുള്ളി ന്യൂ ടീം. ഈ പറഞ്ഞ പോലെ ഫോർ ദം ഐ തിങ്ക് ഫിനിഷിംഗ് റേസസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകണം. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ദാറ്റ്. രണ്ടും ടു ഓഫ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സ് ആണ്, ടീം പ്ലേയേഴ്സ് ആണ് ഈ രണ്ടുപേരും. അപ്പോൾ അതും ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് അവർക്ക്. അപ്പോൾ ദേ വിൽ ബി വിത്ത് ദ ടീം, ഹെൽപ്പ് ദം പ്രോഗ്രസ്. അതായത് ഡെവലപ്മെന്റ് ആണെങ്കിൽ എന്താണെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണം രണ്ട് പ്ലേയേഴ്സ്. അപ്പോൾ ഐ തിങ്ക് കാഡിലാക്ക് വിൽ കം ബാക്ക് സ്ട്രോങ് ടുവേർഡ്സ് ദ ടൈൽ എൻഡ്. കാരണം അവര് അത്ര മോശമല്ല വിചാരിച്ചത്ര. ഐ മീൻ ദേ ആർ ഫിനിഷിംഗ് മേ ബി ഇൻ ദ ടോപ്പ് 12-13. അത് ഇത്ര പ്രതീക്ഷ കാര്യമൊന്നുമല്ല. അപ്പോൾ വിത്തിൻ ടു വീക്കെൻഡ്സ്. അപ്പോൾ ഐ തിങ്ക് they'll be a good surprise
Yeah. കാർത്തിക്. യാ ഞാൻ ഐ വാസ് ആക്ച്വലി ഈ കാഡിലാക്ക് ഫസ്റ്റ് ലൈനപ്പ് തന്നെ ഡിക്ലെയർ ചെയ്തപ്പം ഞാൻ കുറച്ച് സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ ഓക്കെ ഐ വോണ്ട് സേ വാഷ്ഡ് ഔട്ട്, പക്ഷെ ഇനി തിരിച്ചു വരവ് ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിച്ച രണ്ട് ഡ്രൈവേഴ്സ് ആണല്ലോ. കാരണം ബൊട്ടാസ് അതെ. റിസർവ് ഡ്രൈവറായി, പിന്നെ പെറസ് വിത്ത് ഓൾ ഹിസ് ഡ്രാമ അറ്റ് റെഡ് ബുൾ, അത് തിരിച്ച് ഗ്രിഡിൽ നമ്മൾ കാണുന്ന പ്രതീക്ഷിക്കാത്ത രണ്ടാൾക്കാരായിരുന്നു. ബട്ട് നൗ ആഫ്റ്റർ ദിസ് 2 റേസസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം എന്തുകൊണ്ടാണ് ദേ ഹാവ് ചോസൺ ദോസ് 2 പീപ്പിൾ. ദേ ബോത്ത് ഹാവ് ബിൻ ടീംമേറ്റ്സ് വിത്ത് വേൾഡ് ചാമ്പ്യൻ ഡ്രൈവേഴ്സ്. അപ്പം എങ്ങനെ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആ ഒരു ടോപ്പ് ലെവൽ പെർഫോം ചെയ്യുന്ന ഒരു ടീമിൽ എന്തൊക്കെ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവാം, എന്തൊക്കെ ഹൗ തിങ്സ് വർക്ക്, അതൊക്കെ നല്ല നോളജ് ഉള്ള രണ്ടാൾക്കാരാണ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ദേ ക്യാൻ റിയലി ബ്രിങ് a lot of experience, a lot of compassion into the team, and I think they are doing just that. So I am very happy with how Cadillac are, like you can see that their expectations are different, their goals are different, and as long as ഒരു they're അപ്രോച്ച് achieving that, ഭയങ്കര അതെ, ഒരു അപ്രോച്ച് വെരി ഇൻട്രസ്റ്റിംഗ്. yeah. So I mean, all the best to them, and I hope we see more of at least ഈ സീസൺ എൻഡ് ആകുമ്പോഴത്തേക്കും ചെക്കോൻ്റെയും വാൽട്ടറിൻ്റെയും ഒരു പോയിന്റ്സ് ഫിനിഷെങ്കിലും നമ്മൾ കാണാൻ പറ്റിയാൽ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് എൻഡ് ടു ദ സീസൺ ഫോർ ദം. കാർത്തിക്, എക്സ്പീരിയൻസിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഒരാളവിടെ കാണാൻ ഇടയായി. എസ്റ്റബാൻ ഒക്കോൺ, വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സ് ഇൻ ദ ഗ്രിഡ്. 2 കാഡിലാക് സാൻഡ്വിച്ച് നടുക്ക് പെട്ടുപോയ എസ്റ്റബാൻ ഒക്കോൺ അറ്റ് ദ സെയിം ടൈം റൂക്കിയായ ടീംമേറ്റ് പോയിന്റ്സിൽ ഫിനിഷ് ചെയ്യുന്നു, അതും 5th പൊസിഷനിൽ. കാർത്തിക്, എസ്റ്റബാൻ ഒക്കോൺ, എസ്തപ്പാനെ എന്ത് പറ്റി? എസ്റ്റബാൻ ഒക്കോൺ ഇപ്പം ഈ റീസെൻ്റായിട്ട് സംസാരിക്കുമ്പോൾ ആകെ എൻ്റെ മൈൻഡിൽ വരുന്നത് പുള്ളിയുടെ എവിടെയായിരുന്നു, ബ്രസീലിലല്ലായിരുന്നോ 2024 റെയിനിൽ ഗാസ്ലി ആൻഡ് ഒക്കോൺ ഫിനിഷ് ഫോർ ആൽപീൻ ഓൺ ദ പോഡിയം അലോങ് വിത്ത് ഫിനോമിനൽ മാക്സ് ഡ്രൈവ്. അപ്പം അതിന് ശേഷം ഐ മീൻ ഹീസ് ഡൂയിങ് വെൽ, പക്ഷെ I mean, obviously, Oliver Bearman is a rookie, but he's also someone who is a great rookie. He's not like നമ്മളെ വെറുതെ എവിടുന്നോ കയറി വന്നൊരു പയ്യനല്ല. ഹീസ് പ്രൂവൺ ഹിംസെൽഫ് ഇൻ F2 and F3. അപ്പം he deserves that seat. And രണ്ട് വീക്കെൻഡിലും ഹീസ് ഫിനിഷ്ഡ് ഹൈ ഇൻ ദ പോയിന്റ്സ്. ഹീസ് ഡൂയിങ് വെരി വെൽ. ആൻഡ് ആ ഫെറാറിയിലുണ്ടായിരുന്ന ഡ്രീം ഡെബ്യൂവിന് ശേഷം ഹീസ് ലിവ്ഡ് അപ്പ് ടു ഹിസ് hype and expectations. അപ്പം ദി ഓൺലി സേഫ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോർ ബോത്ത് ഓഫ് ദം ഇറ്റ്സ് എ ന്യൂ കാർ. അവർ രണ്ടുപേർക്കും പുതിയ കാറാണ്. എസ്റ്റബാൻ ഒക്കോണിന് ആ ടീമിൽ ബെയർമാനെക്കാട്ടും കൂടുതൽ എക്സ്പീരിയൻസോ ആ ടീമായിട്ടുള്ളൊരു ഡൈനാമിക്സ് ഒന്നും ഡിഫറെൻ്റ് അല്ലല്ലോ. ഫോർ ബോത്ത് ഓഫ് ദം ദേ സ്റ്റാർട്ടഡ് ലാസ്റ്റ് ഇയർ ഇൻ ദ ടീം. അപ്പം എന്തായാലും അവർക്ക് ഈക്വൽ ഫുട്ടിംഗ് ആണ് രണ്ടുപേർക്കും. പക്ഷെ ബട്ട് ഐ വുഡ് സേ ദാറ്റ് ഈ റേസിൽ ഓക്കോൺ പിറ്റിയാണ്ട് ഹി വാസ് സംവെയർ ഇൻ ദ മിഡിൽ ബിറ്റ്വീൻ ദ മെർസിഡീസ് ആൻഡ് ഫെറാറി ആൻഡ് ആൽപീൻസ് ഫോർ എ വൈൽ. അപ്പോൾ ആ സമയത്ത് ഹി വാസ് ഏബിൾ ടു കീപ് സം പീപ്പിൾ ബിഹൈൻഡ് ഫോർ സം ടൈം വിത്ത് ദോസ് ഈ ഹാർഡ് യൂസ് കുറേ ലാപ്പ് യൂസ്ഡ് ആയിട്ടുള്ള ഹാർഡിലും he was able to stay there. പക്ഷെ പിറ്റിയതിന് ശേഷം ഐ തിങ്ക് he just went invisible. ലൈക്ക് പിന്നെ നമ്മൾ ഓക്കോണിന് റേസ് ആക്ഷനിൽ എവിടെയും ഇന്ന് കണ്ടിട്ടേ ഇല്ല. സോ ഐ തിങ്ക് ഫോർ someone who's that experienced, finishing P14th while your teammate is at 5 is a very disappointing. പിറ്റെന്ന് ഇറങ്ങിയ ശേഷമല്ലേ അവന് ആക്സിഡന്റ് പറ്റിയത്, മറ്റേ കോളോപ്പിന്റെ കൂടെ. ഓക്കോണിന്റെ മിസ്റ്റേക്ക് വന്നു. ഹി അഡ്മിറ്റഡ്. അതൊരു പെനാൽറ്റി 10 സെക്കൻഡ്. അപ്പൊ എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തില് ബാഡ് റേസ് ആയിരുന്നു. പിന്നെ ആളെ പിന്നെ ഇപ്പോ കമ്പയർ ചെയ്യുന്നത് ബിയർമാൻ ആയിട്ടാണ്. ബട്ട് ബിയർമാൻ ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിങ് യങ് ടാലൻസ് ആണ്. ആള് ഫെറാറിയിൽ ഒരു റേസ് കിട്ടിയപ്പോൾ തന്നെ പൊട്ടൻഷ്യൽ കാണിച്ചാണ്. യു കാൺട്ട് സേ ദാറ്റ് ബിയർമാൻ്റെ കൂടെ ജസ്റ്റ് പുറകെ ഫിനിഷ് ചെയ്തെന്ന് യു കാൺട്ട് ജഡ്ജ് ഓക്കോൺ ചെയ്ത റേസ്. ഹീസ് എ ഗുഡ് ഡ്രൈവർ. പക്ഷെ പറഞ്ഞ പോലെ he could have finished in the points strong തന്നെ. ബട്ട് ഈ റേസ് പറ്റിയില്ല. ബട്ട് ഐ തിങ്ക് he'll come back. പറയുമ്പോൾ രാഹുലെ, നമുക്ക് നമ്മളെ ബിയർമാനെ പറ്റിയും
രാഹുലിന് എന്ത് തോന്നുന്നു? ഫിയർമാൻ പറ്റി നമ്മൾ ചർച്ച ചെയ്തു, പക്ഷെ എന്നാലും Spearman, I think such a strong start to season. Like ഉം. to finish P5, P6. I think he finished P5, right? P5. Yeah, P5. ഏത് Has P5. P5 Aത്രയും strong season, points. They'll be confident as a team also. ഇതിപ്പോ indirectly ഓക്കോണും I think this will give confidence. കാരണം നല്ലൊരു പൊസിഷൻ ടീമിന്, അപ്പോൾ കാറിന് പൊട്ടൻഷ്യൽ ഉണ്ട് കാണുമ്പോൾ ആസ് എ ഡ്രൈവർ യു വിൽ ഫീൽ motivated. So I think as a team is in a good position. I think we'll see a very strong season. Midfield, I think Red Bull has കുറച്ചും കൂടെ strong competition ആയിരിക്കും തോന്നുന്നു. I think McLaren are a bit faster, but I think Haas is on pace with Red Bull ഈ ഒരു ഈ അവസ്ഥയിൽ. ഒരു Red Bull are- റെഡ് ബുൾ ഒരു മിഡ്ഫീൽഡ് ടീമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം എനിക്ക് തോന്നുന്നു. I think നിലവിലെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ ഇത്രയും റേസ് കഴിഞ്ഞതിന്റെ കണ്ട പേസും കൺസിസ്റ്റൻസി ഒക്കെ വെച്ചിട്ട് അതാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷെ എപ്പോ വേണമെങ്കിലും ഒരു അപ്ഗ്രേഡ് ക്യാൻ ചേഞ്ച് തിങ്സ്. അതേപോലെ എഞ്ചിൻ റെഗുലേഷൻ വരുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ എഫക്ട് ദ ഈ പറഞ്ഞ പോലെ എഞ്ചിൻസ് ആൻഡ് ദ കൺസ്യൂമർ ടീംസ് ആൻഡ് എവറിത്തിങ്. സോ നോക്കാം. ശരിയാണ്. നമ്മൾ ഇനി ഒരു ബെസ്റ്റ് ഓഫ് ദ റെസ്റ്റിലോട്ടൊന്ന് പോവാണെങ്കിൽ നമ്മൾ മൂന്ന് പേരും ബെസ്റ്റ് ഓഫ് ദ റെസ്റ്റ് ഈ കൊല്ലം നമ്മൾ കാണുന്ന രണ്ട് ടീംസാണ്. ഒന്ന് റേസിംഗ് ബോൾസും, രണ്ട് ഓഡിയും. അപ്പോൾ നമുക്ക് ആദ്യം ഓഡിനെ പറ്റി സംസാരിക്കാം. ഓഡി ഗാബി പാവം റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇൻഫാക്ട് ഗ്രിഡിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ് ഡ്രൈവർ എന്ന് വേണമെങ്കിൽ പറയാം നിക്കോ ഹൽക്കൻബർഗ്, ജസ്റ്റ് ഔട്ട്സൈഡ് ദ പോയിന്റ്സ് ബിഹൈൻഡ് ഫ്രാങ്കോ കൊളപ്പിൻതോ. നിക്കോ ഹൽക്കൻബർഗ് ആസ് എ എക്സ്പീരിയൻസ് ഡ്രൈവർ ഫോർ എ ന്യൂ ഔട്ട്ഫിറ്റ് എന്ത് തോന്നുന്നു കാർത്തിക്? നീക്കോനെ പറ്റി പറയുകയാണെങ്കിൽ I feel like he's one of those drivers who deserves a lot more praise and achievement compared to what he's getting. അപ്പം എന്തായാലും ഡെഫിനറ്റ്ലി വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവറാണ്. ആൻഡ് ഓഡി സൗബറിനെ ഏറ്റെടുത്തതാണെങ്കിൽ കൂടിയും, കിക്ക് സൗബറിനെ ഏറ്റെടുത്താണെങ്കിൽ കൂടിയും they are kind of like a new team because they have their own power unit. പിന്നെ ഫുള്ളി അവരുടേതായിട്ടുള്ള അവർ ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കിയ പോലെയാണ്. സോ ഈവൻ ദോ ദേ ഇൻഹെറിറ്റഡ് മോസ്റ്റ് ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടീം ഡൈനാമിക് മേ ബി, ബട്ട് ആ ഒരു they are kind of like a new team. So for them I think നമുക്ക് കുറച്ചുകൂടി we will be lenient because also like they have two really good drivers and I think ബോട്ടലെറ്റോ കഴിഞ്ഞ റേസിൽ പോയിന്റ്സിൽ ഫിനിഷ് ചെയ്തില്ലേ? I think he finished higher up. So there is potential in the car, and Bortoleto is a P2 champion and Nico is a well-proven driver. അപ്പം എന്തായാലും given the right circumstances, I think they can challenge for maybe P5, P6, P7 if everything goes right. ഈ പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ റൂക്കീസും ദേ ആർ വെരി ഗുഡ് ഡ്രൈവേഴ്സ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ബിക്കോസ് വേറെ ഡ്രൈവറിന് കുറച്ച് സീസൺസ് ഓർ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണ്ട് റിയലി എക്സ്പെക്ട് ഭയങ്കര ഡിഫറൻസ് ബിക്കോസ് ദേ ബീൻ ചാമ്പ്യൻസ്. ദേ ഹാവ് ദാറ്റ് കോൺഫിഡൻസ്, ദേ ആർ യങ്, ദേ ആർ അഗ്രസീവ്. അപ്പോൾ എക്സ്പെക്ട് ക്ലോസ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ടീമേറ്റ്സ് ഈവൻ ഇഫ് ദ ഡ്രൈവർ ഇസ് ന്യൂ. പിന്നെ ബോട്ട്ലെറ്റോ പെർഫോമൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ ഹീസ് മോർ ഓഫ് എ കൺസിസ്റ്റന്റ് ഡ്രൈവർ പറഞ്ഞ പോലെ. അപ്പോൾ ഐ തിങ്ക് ആ ടീമേറ്റ് ബാറ്റിൽ ഈ പറഞ്ഞ ഈ സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ കാണാൻ രസമായിരിക്കും. ബട്ട് ഫോർ നൗ ബോട്ട്ലെറ്റോ ആണ് അപ്പർ ഹാൻഡ്. ഹൾക്കൻബർഗ് ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ഡ്രൈവർ ആണ്. അപ്പോൾ ഹി വിൽ പറ്റുന്ന പോയിന്റ്സ് ഒക്കെ ഹി വിൽ ഓൾസോ ട്രൈ ടു അക്കമഡേറ്റ്. ബട്ട് വിൽ സീ ഹൗ ദിസ് ഗോസ്. ഇൻട്രസ്റ്റിംഗ് ടീം പെയറിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ടീമാണ്. അപ്പോൾ Audi because they'll also invest maximum value because they have to make an impression in the Formula 1 world. അപ്പോൾ റൂക്കികളെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഇനി അടുത്ത് നമ്മളെ ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ വംശത്തിന് ചെറിയൊരു അംശമില്ല ആർവിഡ് ലിംബ്ലാൻഡിനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. എന്നെ സംബന്ധിച്ചോളം ഇക്കൊല്ലം റൂക്കീസിലെ എന്നെ ഏറ്റവും അധികം ഇംപ്രസ് ചെയ്യിപ്പിച്ച റൂക്കിയാണ്. ഇക്കൊല്ലം റൂക്കി എന്ന് പറയാൻ ശരിക്കും ലിംബ്ലാൻഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് 1 സീസന്റെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ട്. സോ ആസ് ദി ഓൺലി റൂക്കി ഓഫ് ദ ഗ്രിഡ്
and others being the ex-rookie, and his teammate also ഒരു ex-rookie ആയ ലോസൺ വെച്ച് നോക്കുമ്പോൾ അരവിന്ദ് ലിംലാറ്റ് ഒരു സ്ട്രോങ് പെർഫോമൻസ് ആയത് എന്ന് തോന്നുന്നു. 12th ഫിനിഷ് ചെയ്തത്, ആൻഡ് ഹി വാസ് ബിഹൈൻഡ് ഹൾക്കൻബർഗ്. ആൻഡ് ഐ തിങ്ക് പെനാൽറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല അരവിന്ദ് ലിംലാറ്റിന്. പെനാൽറ്റി ആണോ അതോ എന്തോ ഇഷ്യൂ ഉണ്ടായെന്ന് തോന്നുന്നു. Yeah, I think he had some issue. Not sure. ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോ അരവിന്ദ് ലിംലാറ്റ്, സോറി ആർവിഡ് ലിംലാറ്റ്, ഞാൻ ഇപ്പോൾ അരവിന്ദ് ലിംലാറ്റിനെ വിളിക്കുക. ലിംലാറ്റ്, കാർത്തിക്, ലിംലാറ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ റേസിൻ്റെ ഷോർട്സ് ഇട്ടപ്പം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു മോർ കാം ആൻഡ് കമ്പോസ്ഡ് വേർഷൻ ഓഫ് എ യങ്ങർ വെസ്റ്റാപ്പൻ ആണ് നമ്മളിപ്പം കാണുന്നത്. ആൻഡ് he seems to understand the responsibility and the pressure. Like first season, first raceൽ തന്നെ he did, considering that കഴിഞ്ഞ വർഷത്തെ, ഐ മീൻ ആൽബർട്ട് പാർക്കിൽ ഇറ്റ് വാസ് റെയിനിങ്, എന്നാലും കഴിഞ്ഞ വർഷം ദ ഫസ്റ്റ് റേസ് റുക്കീസ് എല്ലാവരും ഓൾമോസ്റ്റ് ഫ്ലോപ്പ് ആയി തന്നെ പറയാം, എക്സെപ്റ്റ് മേ ബി ആന്റണലി. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ലിൻബ്ലാറ്റ് കമ്മിങ് ഇൻ ടു റെഡ് ബുളിൻ്റെ സെക്കൻഡ് ടീം and doing that well in the first race, I think it shows that he has the capacity. മാക്സിൻ്റെ ചെറിയൊരു ഷാഡോ ഉണ്ട്, നോട്ട് മാക്സിൻ്റെ ഒരു അഗ്രഷനും ആ ഒരു വായത്തുറന്ന് വിളിച്ച് പറയുന്ന ഒരു സ്വഭാവം ഇല്ലെങ്കിലും, ബട്ട് ഹി ലുക്സ് ലൈക്ക് ഹി ഹാസ് ദാറ്റ് പൊട്ടൻഷ്യൽ. ആൻഡ് ലെറ്റ്സ് സീ, I look forward to seeing how he does the rest of the season. ടാലന്റ് മാത്രമല്ല, എന്നെ സംബന്ധിച്ചോളം ആ ഒരു കിട്ടിയ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ ഒരു മെച്യൂരിറ്റിയും ലിംബ്ലാറ്റ് ഈ ഒരു ആദ്യത്തെ 2 റേസ് വീക്കെൻഡിൽ നമ്മളെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ആസ് എ റൂക്കി മിസ്റ്റേക്സ് ഉണ്ടാവുമെങ്കിൽ പോലും അത് ഹീസ് ടേക്കിംഗ് ഇറ്റ് ആസ് എ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഹീസ് ഷോയിങ് റോ പേസ്. പിന്നെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പൊ ആ റെഡ് ബുൾ അക്കാഡമിനെ ലീഡ് ചെയ്യുന്ന ഹെൽമെറ്റ് മാർക്കോ ഇപ്പോൾ ഇല്ല. അപ്പൊ ആ ഒരു എന്താ പറയുക, പ്രഷർ കുക്കർ എൻവയൺമെന്റ് അല്ല എന്ന് നമുക്ക് തോന്നുന്നു. കൺസിഡറിങ് ഇപ്പൊ റെഡ് ബുളിന്റെ സിഇഒ ലോറൻ മെക്കി ആയതുകൊണ്ടും അദ്ദേഹം കുറെ കാലം ഈ എന്താ പറയാ റേസിംഗ് പുൾസ് ഒരു ടീം പ്രിൻസിപ്പൾ ആയി നിൽക്കുന്ന സമയത്തോളം. അപ്പൊ നിലവിൽ ഇപ്പൊ റെഡ് ബുളിൽ ഒരു ഓവറോൾ ഒരു പ്രഷർ കുക്കർ എൻവയൺമെന്റ് ഇല്ലാത്തതുകൊണ്ട് ഐ തിങ്ക് ഹീസ് ഷോയിങ് ആം. ആൻഡ് ലിംലാറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ലോസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ഇന്നിപ്പോ 7th ഫിനിഷ് ചെയ്ത്. ഒരു ബെറ്റർ റേസ് വീക്കെൻഡ് ആയിരുന്നു ലോസിനെ സംബന്ധിച്ചോളം. കഴിഞ്ഞ റേസിൽ ഫസ്റ്റ് റേസിൽ എന്താ പറയാ 16ാം സ്ഥാനത്തിന് വേണ്ടി ചെക്കോന്റെ കൂടെ ഉണ്ടാക്കുന്ന ലോസൻ നമ്മൾ കണ്ടു. അപ്പോ അത് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു ഈ ചെക്കന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ വിചാരിച്ചപ്പോ തന്നെ. ബട്ട് ലൈക്ക് കൺസിഡറിങ് ദാറ്റ് ഈ ഒരു റേസ് വീക്കെൻഡ് കുറച്ചും കൂടി പോസിറ്റീവ് ആയിരുന്നു ലോസൻ, അല്ലേ? Arvind, if you ask me, he drives like he feels like he belongs here. First initial season, first കുറച്ച് റേസിൽ തന്നെ റുക്കിയാണ് എങ്ങനെയും ഫിനിഷ് ചെയ്യണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലല്ല. ഹി നോസ് ഈസ് ദെയർ ഓൺ മെറിറ്റ്. ആൾ തന്നെ ഐ തിങ്ക് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു, ഐ നോ ഐ ബിലോങ് ദിയർ, കുറെ കാലമായിട്ടുള്ള ഡ്രൈവാണ്, ഐ ബീൻ വർക്കിംഗ് ടുവേർഡ്സ് ഹിയർ, സോ ഐ നോ ഐ ബിലോങ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആളുടെ ഡ്രൈവിംഗിലും കാണാം. ഹി വാസ് ഡിഫെൻഡിങ് വെർസ്റ്റാപ്പൻ ഭയങ്കരമായിട്ട് ഫസ്റ്റ് റേസിൽ തന്നെ. വേറെ തയ്യാറാവില്ല, വാട്ട് വിൽ ബി ദ ഡൈനാമിക്സ് എന്നൊക്കെ ആലോചിച്ചിട്ട്. ബട്ട് ഹി ഈസ് ദെയർ ടു റേസ് ആൻഡ് ഹി വിൽ റേസ്. അങ്ങനെ ഒരു ഓറയാണ് ആള് തരുന്നത്. പറഞ്ഞ പോലെ മുന്നത്തെ ഈ റൂക്കി സീസണിലുള്ള മാക്സോ അല്ലെങ്കിൽ ഹാമിൽട്ടൺ ഒക്കെ പോലെയുള്ള ഒരു അഗ്രഷനും ഒരു കോൺഫിഡൻസും കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഹീസ് കോമ്പീറ്റിംഗ് ബാക്കിയുള്ള ഈ പറഞ്ഞ സിസ്റ്റർ ടീമായ റെഡ് ബുള്ളായിട്ടും സ്വന്തം ടീമേറ്റ് ആയിട്ടൊക്കെ പിടിച്ചേക്കാളും ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ ഓൾസോ. സോ Lawson better race than Arvind. He race, he got points, so he's doing well. Lawson ഈ പറഞ്ഞ കോൺഫിഡൻസ് ഫുള്ള് നശിച്ചിട്ട് ഹീസ് ഫൈൻഡിങ് ഇറ്റ് ബാക്ക്, തിരിച്ചു വരികയാണ്. ഇറ്റ്സ് നോട്ട് ഈസി ആള് ചെയ്യണം. അപ്പൊ അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഐ തിങ്ക് ദിസ് വിൽ ഓൾസോ ഗിവിംഗ് മോർ കോൺഫിഡൻസ്. അപ്പൊ ആളുടെ പ്രോഗ്രഷൻ ഈ സീസൺ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ അരവിന്ദായിട്ടുള്ള ഇനിയിപ്പോ മോർ ബാറ്റിൽസ് നടക്കുമ്പോൾ ഇഫ് he finishes behind, അതാളെ എങ്ങനെ ടീം, അതൊക്കെ ഇനിയിപ്പോ ലോസിന്റെ കാര്യത്തിൽ കാണേണ്ടതാണ്. ആളുടെ മെന്റാലിറ്റി ഒരു വലിയ ഫാക്ടറാണ് ആൾക്ക്. സോ ഐ തിങ്ക് ആ ഒരു ഡൈനാമിക്സും ഇൻട്രസ്റ്റിംഗ് ആണ്. കുറെ സ്റ്റോറി ലൈൻസ് ഉണ്ട് ഈ സീസൺ എല്ലാം. അതേപോലെ ടീമേറ്റ് ബാറ്റിൽസ് മൊത്തത്തില് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീസൺ ആയിരിക്കും. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ റേസിംഗ് ബുൾസിനും റെഡ് ബുളിനും ഒരേ പവർ ട്രെയിനോ.
പക്ഷേ റെഡ് ബുള്ളിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും നിലവിലിപ്പോ റേസിംഗ് ബുൾസിനെ ബാധിച്ചിട്ടേ ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ എഞ്ചിൻ ഇഷ്യൂസും പൈലറ്റിക്കൽ ഇഷ്യൂസും ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. എന്തോ സംഹൗ ആ ഒരു പുതിയ ഫോർഡ് പവർ യൂണിറ്റ് നന്നായിട്ട് പാക്കേജ് ചെയ്യാൻ അവരെ സീനിയർ ടീമായ റെഡ് ബുളിനെക്കാട്ടും നന്നായിട്ട് റേസിംഗ് ബോസിന് പറ്റിയിട്ടുണ്ട്. ആൻഡ് ദേ ഡെഫിനറ്റ്ലി ഹാവ് എ ഗുഡ് കാർ, എ ഗുഡ് ലുക്കിംഗ് കാർ ആൻഡ് എ ഗുഡ് പാക്കേജ്ഡ് കാർ ആസ് വെൽ. സോ പക്ഷേ the way ഈ is the only way is ഈ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റോളിംഗ് ഇഷ്യൂ ഐ തിങ്ക് അവരും ഫേസ് ചെയ്തല്ലോ. ലോസ് ആൻഡ് ഫേസ് ദാറ്റ് ഇഷ്യൂ ഇൻ ഓസ്ട്രേലിയ. അപ്പോഴാണല്ലോ ആണോ? കോൾപിൻറ്റോ ഓൾമോസ്റ്റ് ക്രാഷ്ഡ് ഇൻ ടു ഹിം. ആ അപ്പോൾ യെസ് 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 യെസ്. ലോസന്റെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റോളിങ് എനിക്ക് തോന്നുന്നു അത് ഫോർഡിന്റെ എല്ലാ എഞ്ചിനിലും ഐ തിങ്ക് യു കൻ എക്സ്പെക്ട് നോട്ട് ദ ഈസിയസ്റ്റ് എഞ്ചിൻ ടു ഗെറ്റ് ഓഫ് ദ ലൈൻ പോസിബിൾ ആണ്. ബട്ട് ഈ പറഞ്ഞ പോലെ നോട്ട് ഹാഡ്ജർ ഹാഡ് എ ഗുഡ് സ്റ്റാർട്ട്. അപ്പോ പക്ഷെ ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു ബി വെരി പെർഫെക്റ്റ് ആ ഒരു സ്റ്റാർട്ട്. ഇറ്റ്സ് നോട്ട് as easy as മേ ബി കമ്പയർഡ് ടു ഫെറാറി ഓർ ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് ഓഫ് ദ ലോഞ്ച്. എന്ത് ചെയ്താലും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെന്ന് തോന്നുന്നു. പക്ഷെ അതോടെ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ മെഴ്സഡസിന്റെ സ്റ്റാർട്ട്സ് ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ഐ തിങ്ക് ദേ ഫിഗർ ഇറ്റ് ഔട്ട്. ബട്ട് യാ യെസ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ആൽപൈൻ. ഒരു എന്താ പറയാ, ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിട്ട്, ഈവൻ ദോ ഫ്ലാബിയോനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായം ഇല്ലെങ്കിൽ പോലും ഫ്ലാബിയോനെ പോലത്തെ ഒരു ഫ്രോഡ്സ്റ്റർ ആ സ്പോർട്ടിൽ ബിലോങ് ചെയ്യില്ല എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷെ വട്ട് എവർ ഇറ്റ് ഇസ്, ആസ് എ ടീം ആൽപൈൻ വാസ് എ വെരി സ്ട്രോങ് റേസ് വീക്കെൻഡ് ഫോർ ദം. എന്താ പറയാ, ഗ്യാസ്ലി 6ാം സ്ഥാനത്തും കൊളപ്പിൻറ്റോ 10ാം സ്ഥാനത്തും, അങ്ങനെ ഒരു ഡബിൾ പോയിന്റ് ഫിനിഷ് ഫോർ ആൽപൈൻ. ആൻഡ് അവര് പുതിയൊരു മെഴ്സഡീസ് എഞ്ചിൻ കസ്റ്റമർ ആണ്. ആദ്യമായിട്ട് തന്നെ റെനോ പോയ ശേഷം മെഴ്സഡീസ് ഒരു എഞ്ചിൻ കസ്റ്റമർ. ഐ തിങ്ക് മെഴ്സഡീസിനെയും മെക്ലാറിനെയും ശേഷം അത്യാവശ്യം നന്നായിട്ട് ആ പാക്കേജ് ചെയ്യാൻ പറ്റിയ ഒരു ടീമാണ് എന്താ പറയാ ആൽപൈൻ എന്ന് നോക്കുകയാണെങ്കിൽ പറയാം. കൊളപ്പിൻറ്റോ അറ്റ് വൺ പോയിന്റ് 2ാം സ്ഥാനത്തായിരുന്നു. ആൻഡ് ഹി ട്രൈഡ് ഫൈറ്റിംഗ്, ബട്ട് വണ്ടിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് തോന്നുന്നു. ഹി കെപ്റ്റ് ഫാളിംഗ് ഡൗൺ. ആൻഡ് ഓവറോൾ എ സ്ട്രോങ് വീക്കെൻഡ്. എനിക്ക് ലോസനെ കാണുമ്പോൾ പണ്ടത്തെ ഗ്യാസ്ലീനെയാണ് ഓർമ്മ വരിക. പണ്ടത്തെ ഒരു ഗ്യാസ്ലി ഉണ്ടായിരുന്നു, ഒരു മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു എന്താ പറയുക, ഷോർട്ട് ടെമ്പേർഡായി എല്ലാവരും അടി ഉണ്ടാക്കുന്ന ഒരു ഗ്യാസ്ലിയാണ്. പക്ഷെ ഗ്യാസ്ലി ഇപ്പോൾ എന്താ പറയുക, ഒരു ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് ഒരു ടീം ലീഡറിനെ പോലെ ആ ടീം ഗ്യാസ്ലിക്ക് കഴിഞ്ഞ റേസ് വീക്കിനും സ്ട്രോങ് ആയിരുന്നു, ഈ റേസ് വീക്കിനും സ്ട്രോങ് ആണ്. അപ്പോ ഫ്രാങ്കോ കൊളപ്പിൻറ്റോ വന്ന വില്യംസിൽ ചെയ്ത ഡെബ്യൂവിന്റെ ആ ഒരു ഇംപ്രഷൻ ഇപ്പോൾ ഇല്ലെങ്കിലും ഹി ഈസ് സ്ലോലി ബിൽഡിംഗ് അപ്പ് ടു ഇറ്റ്. കാര്യം കഴിഞ്ഞ സീസൺ എന്താ പറയാ, ആൽപിനിലോട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഫ്രാങ്കോന് ഒരു കോൾ വന്നപ്പോൾ ഫ്രാങ്കോ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഓവറോൾ എ വെരി പോസിറ്റീവ് റേസ് വീക്കെൻഡ് ഫോർ ആൽപിൻ. എനിത്തിങ് ടു ആഡ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൽപിനെ പറ്റി വേറെ എന്തെങ്കിലും നിങ്ങളോ ഞാൻ ഒബ്സർവ് ചെയ്യാത്ത ഏതെങ്കിലും കാര്യം പറയാനുണ്ടോ? ആൽപൈൻ പറഞ്ഞ പോലെ മെഴ്സഡീസ് എഞ്ചിൻ മാക്സിമം ഒരു യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പവർ യൂണിറ്റ് കിട്ടിയതിന്റെ മാക്സിമം ഒരു യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഗെറ്റിംഗ് പോയിന്റ്സ്. ഈ മെക്ലാറിന്റെ ഈ പറഞ്ഞ പോലെ ഡൗൺഫോൾ അല്ലെങ്കിൽ അവരുടെ ഈ മിസ്ഫോർച്യൂൺ ഒക്കെ മാക്സിമൈസ് ചെയ്ത് ആ പോയിന്റ്സ് ഒക്കെ ഇപ്പോൾ ആൽപൈനാണ് കൊണ്ടുപോകണം. ഗ്യാസ്ലി ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഡ്രൈവറാണ്, എക്സ്പീരിയൻസ് ഡ്രൈവർ. ഐ തിങ്ക് കോളപ്പിന്റെ ഓൾസോ നല്ലൊരു റുക്കി എന്നല്ല, ഇപ്പൊ റുക്കീസ് അല്ല, ബട്ട് സ്റ്റിൽ ഗുഡ് ഡ്രൈവർ. അപ്പോൾ ഒരു സ്ട്രോങ് ടീം തന്നെയാണ്. സോ ഐ തിങ്ക് മെക്ലാരൻ, ഇഫ് മെക്ലാരൻ ഇസ് നോട്ട് അപ്പ് ദെയർ, ഐ തിങ്ക് മെക്ലാരൻ കൊണ്ടുവന്ന പോയിന്റ്സ് ഒക്കെ ആൽപൈൻ ആണ് കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നത്. റേസ് സ്പേസ് വലിയ മോശമില്ല, രണ്ട് നല്ല ഡ്രൈവേഴ്സ് ആണ്. അപ്പോൾ ഐ തിങ്ക് ഈ ഇനീഷ്യൽ സ്റ്റേജസ് ദേ വിൽ ട്രൈ ടു മാക്സിമൈസ്. പക്ഷേ ത്രൂ ഔട്ട് ദ ഇയർ ഡെവലപ്മെന്റ് ആൽപൈന് മുന്നേ ഒന്നും ഞാൻ അത് ഒരുപാട് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ടീമിൽ ചേഞ്ചസ് ഉണ്ടോ, അതെങ്ങനെ നടക്കും, അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബിക്കോസ് വി സീൻ ആസ്റ്റൺ മാർട്ടിൻ ഇതുപോലെ സ്റ്റാർട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ഓഫ് സീസൺ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ട് ഡെവലപ്മെന്റ് റേസിൽ തോറ്റുവാണ്. അപ്പോൾ ഡെവലപ്മെന്റ് റേസിൽ ആൽപിൻ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുപോലെ ഈ ഫാബിയോ എങ്ങനെ ടീമിനെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. നോക്കി കാണാം. അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു പെർഫോമൻസ് ആണ് ഇസാക് ഹാജർ കാഴ്ചവെച്ചത്. വലിയ സ്ക്രീൻ പ്രസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ടീം പോയിന്റിൽ ഫിനിഷ് ചെയ്തു. റെഡ് ബുള്ളില് ഇസാക് ഹാജറിനെ സംബന്ധിച്ചോളം ഒരു സ്ട്രോങ് സ്റ്റാർട്ടാണ് ഈ സീസൺ. കാരണം ക്വാളിഫയിങ്ങിൽ മാക്സിനെ
മാക്സിന്റെ ഓൾറെഡി ക്വാളിഫൈങ്ങിന്റെ കാര്യത്തിൽ മാക്സിനായിട്ട് ഇപ്പോൾ വൺ ഈച്ച് ആണ് ഒരു ക്വാളിഫൈങ് സ്റ്റാറ്റ് ഉള്ളത്. ഇന്നത്തെ റേസ് നിർഭാഗ്യം വെച്ചാൽ മാക്സിന് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഇസാക് ഹജാർ ഫിനിഷ് ചെയ്തു, ആൻഡ് ദാറ്റ് ടു ഇൻ പോയിന്റ്സ്. അപ്പോൾ ആസ് എ എന്താ പറയുക, ഈ ലോസനൊക്കെ പറ്റി പറഞ്ഞ പോലെ ലോസന്റെ കൂടെ വന്ന ഒരാളെന്ന നിലയിൽ ലോസന്റെ ഒരു കാലത്ത് ലോസന്റെ സീറ്റിന് ഭീഷണിയായ ഒരാളാണ് ഇപ്പോൾ ഇസാക് ഹജാർ. ആ ഒരു സെക്കൻഡ് റെഡ് ബുൾ സീറ്റിനെ പറ്റി, ആ സെക്കൻഡ് റെഡ് ബുൾ സീറ്റ് കേസ് മാറി എന്ന് പറയാനായോ രാഹുലെ? സെക്കൻഡ് ആ രണ്ടാമത് റൺ ബട്ട് ഇല്ല, ഹാർജന്റെ സ്റ്റാർട്ട് വെച്ചിട്ട് യു കൻ സേ ദാറ്റ് ബിക്കോസ് ആള് ഈവൻ ക്വാളിഫൈങ് ഈസ് ടു ക്ലോസ് ടു മാക്സ്. മുന്നുള്ള ഗ്യാപ്സ് ഒന്നും കാണാനില്ല. ആ ഒരു ഇപ്പൊ രണ്ടുപേരും പുതിയ റെഗുലേഷൻ ഒപ്പം സ്റ്റാർട്ട് ചെയ്തു. ഹാർജർ നല്ല റുക്കി സീസൺ ആയിരുന്നു. ഹീസ് ക്യാരിഡ് ഓൺ ദ ഫോം. റേസിൽ കുറച്ച് മിസ്ഫോർച്യൂൺ, സ്പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ഫെൽ ബാക്ക് എലോട്ട്. പിന്നെ പിറ്റ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്, ബട്ട് അവസാനം തിരിച്ചു വന്ന് ഹി ഗോട്ട് സം പോയിന്റ്സ്. സോ he'll feel like he recovered. അപ്പൊ അടുത്ത വീക്കെൻഡ് ഐ തിങ്ക് he'll won't be the happiest, but I think നല്ലൊരു മൈൻഡ് സെറ്റിൽ തന്നെ ആയിരിക്കും, കാരണം he recovered well. So നോക്കാം. അൾട്ടിമേറ്റ്ലി he'll be compared against Max, and ഇപ്പൊ നോക്കുമ്പോ there's nothing much അത്രയ്ക്ക് ചേഞ്ച് പറയാൻ. So he'll be feeling positive about that also. അപ്പോ yeah, he's in a good place, I believe. എനിക്ക് റെഡ് ബുള്ളിനെ പറ്റി പറയുമ്പം ഐ ഫീൽ ലൈക്ക് ഹാജർ ഷുഡ് മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ദിസ് നൗ. കാരണം ഒരു പുതിയ കാറാണ്. സോ റെഡ് ബുൾ ഹാസ് നോട്ട് ഫുള്ളി സ്റ്റാർട്ടഡ് ഫൈൻ ട്യൂണിങ് ഇറ്റ്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും വെൻ ദേ സ്റ്റാർട്ട് ഫൈൻ ട്യൂണിങ് ഇറ്റ്, അത് കുറച്ചുകൂടി മാക്സിന് പ്രിഫറബിൾ ആവുന്ന രീതിയിലേക്കാണ് അത് ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ 2023 കണ്ടതാണ്. ചെക്കോ വാസ് വിന്നിങ് റേസസ്, ഹി വാസ് കോൺസ്റ്റന്റ്ലി ഇൻ ദ പോഡിയം, ഹി ഫിനിഷ് P2. പിന്നെ മാക്സിന് വേണ്ട രീതിയിൽ ആ കാറ് ചേഞ്ച് ചെയ്യുമ്പം ആണ് ഇസ് വെൻ ചെക്കോ സ്റ്റാർട്ടഡ് ഫോളിങ് ബിഹൈൻഡ്. അപ്പോൾ തൽക്കാലം ഇപ്പം ഹാജർ ഷുഡ് മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. കാരണം പിന്നെ അവർ അത് ഫൈൻ ട്യൂൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഐ തിങ്ക് മാക്സ് വിൽ സ്റ്റാർട്ട് ക്ലൈംബിംഗ് അപ്പ്. യാ, പിന്നെ ഹാജറിന് എങ്ങനെ അപ്പോഴാണ് ആ കേസ് തിരിച്ചു വരുമല്ലോ എന്ന് നമുക്ക് അറിയേണ്ടത്. കാരണം ഐ ഫീൽ ലൈക്ക് എസ്പെഷ്യലി നൗ മാക്സ് കൈവിട്ട് പോകുന്നുണ്ടല്ലോ. സ്റ്റാർട്ടിൽ പറഞ്ഞ ആൾക്കാർ കുറച്ച് ഫോം കാണിക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ they'll have thoughts maybe. രണ്ടുപേരും ഫൈറ്റിംഗ് ആണ്. കാരണം എനിവേ ചാമ്പ്യൻഷിപ്പ് ഒരു ഹോപ്പില്ലെങ്കിൽ മേ ബി കൺസ്ട്രക്ടറിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ മേ ബി they'll go ഡെവലപ്പ് ടുവേർഡ്സ് ബോത്ത് ഡ്രൈവേഴ്സ്. അപ്പൊ അവരുടെ പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ടോ എല്ലാം. സോ ഫസ്റ്റ് 1-2 അപ്ഗ്രേഡ്സ് വരും പറയാം. പിന്നെ കൺസിഡറിങ് ഒരു റെഡ് ബുള്ളിൽ ഒരു മാനേജ്മെന്റ് ചേഞ്ച് തന്നെ നടന്ന കാരണം ഐ തിങ്ക് ഹാജർ കൺസിസ്റ്റന്റ് ആയിട്ട് മാക്സിന്റെ കൂടെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ മാക്സിനെക്കാരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ അപ്ഗ്രേഡ്സും ടുവേർഡ്സ് ഹാജർ തരുന്ന ഫീഡ്ബാക്കിലോട്ട് മാറാനുള്ള സാധ്യതയും ഇല്ലാണ്ടില്ല. കാരണം നമ്മളിത് മുമ്പേ കണ്ടാണ്, ക്രിസ്ത്യനോയുടെ സമയത്തും റെഡ് ബുൾ വാസ് മാക്സ് ആയിരുന്നു അവരുടെ പെറ്റ് പ്രൊജക്ട്. അപ്പോൾ മാക്സിനെ ചുറ്റിപ്പറ്റി ചെയ്യുന്ന ആ ടീമിന്റെ എല്ലാ ഡെവലപ്മെന്റ് നടന്നത്. അവർക്ക് 2 ഡ്രൈവർ ഓടിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പലപ്പോഴും 2 ഡ്രൈവേഴ്സിനെ അവർ ഇതാക്കുന്നത്. ബട്ട് എന്താ പറയാ, ചെക്കുള്ള സമയത്താണ് അവർക്ക് ആ ഒരു മോസ്റ്റ് സക്സസ്ഫുൾ പെയറിങ് അവർക്ക് എന്താ പറയാ, കൺസ്ട്രക്ടേഴ്സും ജയിച്ചു, P1 P2 ഫിനിഷും കിട്ടി ഇൻ ദ ചാമ്പ്യൻഷിപ്പ് ആൻഡ് ഓൾ. ബട്ട് ഇപ്പോൾ മാക്സിന്റെ സംബന്ധിച്ചുള്ളത് ഒരു പ്രഷറാണ്. പിന്നെ ഐ തിങ്ക് ഓവറോൾ ആ റെഡ് ബുളിന് ഒരു ഡ്രൈവബിലിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ ഇഷ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹജാർ നന്നായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിന്റെ റിയർ ലൂസ് ആവുന്നത്. സോ ഐ തിങ്ക് ദ ഇഷ്യൂ ഇസ് കോമൺ. ഇപ്പൊ ഹാജറിന്റെ സ്ട്രഗിൾസും മാക്സിന്റെ സ്ട്രഗിൾസും ഇപ്പോൾ ആസ് ഓഫ് നൗ എന്താ പറയാ, നമ്മൾ കാണുന്നത് ഒരു സിമിലർ ഇഷ്യൂസിലാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. പണ്ടത്തെ നമ്മൾ ചെക്കോ ആൻഡ് മാക്സ് ഉള്ള സമയത്ത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാക്സിന് കുറച്ചും കൂടി ഓവർ സ്റ്റിയർ ആയിട്ടുള്ള കാറായിരുന്നു ഇഷ്ടം, വേറെ ചെക്കോനെ അണ്ടർ സ്റ്റിയർ ചെയ്യുന്ന കാറായിരുന്നു ഇഷ്ടം. അവിടെയായിരുന്നു അവരൊരു ഡ്രൈവിംഗ് ഫിലോസഫിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു അവരെ തമ്മിൽ അത്രയും വ്യത്യാസം. ബട്ട് ഹാജാറും മാക്സും വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ദേ ആർ വർക്കിംഗ് ഇൻ ദി സെയിം ഡ്രൈവിംഗ് ഫിലോസഫി. ഹാജർ രണ്ടുപേരും അഗ്രസീവ് ഡ്രൈവേഴ്സ് ആണ്. ഹാജാറിന്റെ FP2 സീസൺ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഒരു എന്താ പറയാ, യൂക്കീസിനോട് തന്നെ എന്താ പറയാ, യൂക്കിന്റെ അഗ്രഷനും എന്താ പറയാ, എന്താ പറയാ, അലോൺസോന്റെ ടാലന്റും ഒക്കെ അങ്ങനെ ഒരു മിക്സ് ആയിരുന്നു ഹാജറിന്റെ എന്താ പറയാ ഈ F2 സീസൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ. സോ യാ, ഓവറോൾ എ ബെറ്റർ വീക്കെൻഡ് ഫോർ ഹാജർ ബിക്കോസ് ഹി സ്കോർഡ് പോയിന്റ്സ് ആൻഡ് ഹി ഫിനിഷ്ഡ് അഹെഡ് ഓഫ് ഹിസ് ടീംമേറ്റ്.
ആൻഡ് യാ നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഓഫ് കോഴ്സ് ദ ടോപ്പ് ടു ടോപ്പ് ടു ടു മെയിൻ ടീംസ് ഈ സീസണിലെ ഇൻട്രസ്റ്റിംഗ് ഈ സീസണിലെ ആദ്യത്തെ 2 റേസിംഗ് ഇൻട്രസ്റ്റിംഗ് ആക്കിയത് എന്ന് പറയാവുന്ന 2 ടീംസ്. ഒറ്റ ടീം, ഒരു ടീം മേ ബി ഒരു ടീം ഒരു ടീം മെഴ്സറിസ് ആ. കൊണ്ടുപോണത് നിർത്തിയ ഏക ടീം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഐ തിങ്ക് യെസ്. I think അല്ലെങ്കിൽ മെഴ്സറിസ് would have run away with it. They're still running away with it. Only thing is their start is too strong. മറ്റേ ഫെറാറിയുടെ, and that's what is giving them a chance. അപ്പോ 2014 Ferrari- തനിയാവർത്തനം ഒഴിവാക്കാൻ ഫെറാറി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാട് വരെ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് വി ആർ ടോക്കിംഗ് ഓഫ് കോഴ്സ് അബൌട്ട് ഫെറാറീസ്. നമുക്ക് അവരുടെ പെറ്റ് പ്രൊജക്ടിനെ പറ്റി സംസാരിക്കാൻ നമുക്ക് ഫെറാറിന്റെ പെറ്റ് പ്രൊജക്ട് ആയ ഫെറാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ഡ്രൈവർ കോൺട്രാക്ട് ഉള്ള ഷാർൽ ലെക്ലറിനെ പറ്റി സംസാരിച്ചു തുടങ്ങാം. കാർത്തിക്, compared to his teammate, നമ്മൾ ഹാമിൽട്ടൺ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആൻഡ് someone who has been in the Ferrari garage for the longest time, എന്ത് തോന്നുന്നു ചാൾസിന്റെ അന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട്? First of all, I have to say that kudos to Charles for today, at least, that Charles Tire, he didn't lose his cool when he was fighting with Hamilton. He even came on to the radio and said that നല്ലൊരു എക്സൈറ്റിംഗ് ബാറ്റിൽ ആയിരുന്നു എന്ന് വരെ ചാൾസ് പറഞ്ഞു. സോ ഐ തിങ്ക് ഹാമിൽട്ടൺ ആൻഡ് ലെക്ലർ ബോത്ത് ഓഫ് ദം ഈ വീൽ ടു വീൽ കോമ്പാക്റ്റിൽ നല്ലോണം റെസ്പെക്ട്ഫുള്ളി ആൻഡ് വെരി ക്ലീൻ ആയിട്ട് റേസ് ചെയ്യുന്ന 2 ആൾക്കാരാണ്. അപ്പോൾ അതെ അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബാറ്റിൽ ഇസ് ഓൾവേസ് ഇറ്റ്സ് പ്യുവർലി ഓൺ റേസ് ക്രാഫ്റ്റ് ആൻഡ് നോട്ട് ഓൺ എനി അതർ പാരമീറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് Charles had a good weekend, although he would have loved to finish in the podium like in Australia. But for the team, I think it's the best result they could have gotten. And at the end of the day, Lewis is a 7-time world champion, and I think this season Lewis is more on the same machinery and same experience as Charles. Charles had more experience with that Ferrari engine last regulation. അപ്പോൾ ഇപ്പോഴാണ് ലൈക്ക് ബോത്ത് ഓഫ് ദം ഫുൾ ക്ലീൻ സ്ലേറ്റ് ആണ്, 2 പേർക്കും ഒരേ കാറാണ്, ദേ ബോത്ത് ഹാവ് ദ സെയിം ടൈം എക്സ്പീരിയൻസിങ് ദോസ് 2 cars. അപ്പോൾ എന്തായാലും ഐ തിങ്ക് ഐ ആം മോർ എക്സൈറ്റഡ് ഫോർ ദ ഫെറാറി ബാറ്റിൽ ദാൻ ദ ചാമ്പ്യൻഷിപ്പ്. കാരണം അവർ 2 പേരും ആരാണ് മുന്നിലെത്തുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ വെരി വെരി എക്സൈറ്റിംഗ് പ്രോസ്പെക്ട്. ഒരു കോൺഫിഡന്റ് അല്ലെങ്കിൽ ഹാപ്പി ഹാമിൽട്ടൺ ഈസ് വെരി ഡിഫറെന്റ്. ഐ തിങ്ക് കഴിഞ്ഞ 2-3 സീസൺ കണ്ടപ്പോൾ ആൾക്കാർ ഹാമിൽട്ടൺ മേ ബി റേസ് ക്രാഫ്റ്റ് മറന്നു അല്ലെങ്കിൽ പക്ഷെ ഗ്ലിംസസ് കണ്ടതാണ്. അതെ, ഗ്ലിംസസ് കണ്ടാണ് ചൈനീസ് സ്പ്രിന്റ് വിൻ ഓൺ ദ കാർഡ്സ്, ഹി കംസ് അലൈവ്. ഈ സീസൺ ആളുടെ ഡെവലപ്മെന്റ് ഇൻപുട്സ് പോയിട്ടുണ്ട്, കാർ ഡെവലപ്മെന്റ് ആൾ പറയുന്നുണ്ട്, ഈസ് മോർ ഹാപ്പി. പിന്നെ തുടക്കത്തിൽ തന്നെ ഹി നോസ് ദർ ഇസ് എ ചാൻസ് നൗ ഫോർ ഫോർ എ ഫൈറ്റ്, അറ്റ്ലീസ്റ്റ് പുട്ട് അപ്പ് എ ഫൈറ്റ്. ഉള്ള മെന്റാലിറ്റി, ഈസ് ഹാപ്പി, ഈസ് പോസിറ്റീവ്. മേ ബി കിം കാദർഷ്യൻ എഫക്ട് അറിയില്ല. അപ്പൊ ഈസ് വെരി 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 ഹാപ്പി, ഈസ് വെരി പോസിറ്റീവ്. സോ ആൻഡ് ഓൾസോ ഈസ് not letting Charles through, he's putting up a fight. കഴിഞ്ഞ സീസൺ we have seen maybe even if Charles goes there, it's like I'll protect my tires. പക്ഷെ അങ്ങനെയല്ല, he knows he's fighting for position. And ആ ക്ലീൻ റേസിംഗ് തന്നെ കാണാൻ ഒരു ഭംഗിയാണ്. Maybe 80% of the excitement came from those 2. അത്രയും നല്ല റേസ് they gave us. Starts were amazing. എല്ലാ റേസും he's been able to make a position. So Ferrari as a team is very different, seems different compared to other years. So feeling positive, they're keeping this, keeping Mercedes on the toes. Yeah. ശരിയാണ്, എസ്പെഷ്യലി ആ ചൈന. വേറൊരു കാര്യം that I really appreciate is that മെക്ലാറനെ പോലെ they are not trying to get in between their drivers fighting. കഴിഞ്ഞ വർഷം ഓസ്കറും ലാൻഡും എപ്പം അടുത്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാലും മെക്ലാറൻ ഇടപെടും. And I am happy that yeah, and I'm happy that കുറെയൊക്കെ they did let them fight, but കുറച്ചൊക്കെ കഴിപ്പിക്കാൻ ടെൻഷൻ ആയിട്ട് they did fully commit ചെയ്തില്ല ആ ഒരു. അപ്പോ but Fred was like, this is what Formula 1 is. And also I think Leclerc and Hamilton they are clean most of the time. I mean ചില സമയത്ത് yes കുറച്ചൊക്കെ ഓവർ ദ ലിമിറ്റ് ചിലപ്പോൾ ജഡ്ജ്മെന്റ് ഇഷ്യൂസ് ഒക്കെ വരാം, പക്ഷെ ബേസിക്കലി they are clean drivers. So yeah, contributes
ഇറ്റ്സ് ഗുഡ് ടു വാച്ച്. യെസ് എക്സാക്ട്ലി. കഴിഞ്ഞ ഒരു സീസണിന്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ മെക്ലാരനിലായിരുന്നെങ്കിൽ ആദ്യത്തെ ബാറ്റിൽ കഴിഞ്ഞ് രണ്ടാമത്തെ ബാറ്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ഒരു ടീം റെഡി വന്നേനെ. പപ്പായ റൂൾസ് പറഞ്ഞിട്ട് രണ്ടുപേരും ചടപ്പിച്ചേനെ. പക്ഷേ ടീം റേഡിയോസ് ഒന്നും കണ്ടില്ല. ആൻഡ് ഇൻഫാക്ട് വന്ന ടീം, നമ്മൾ കണ്ട ടീം റേഡിയോസ് തന്നെ പോസിറ്റീവ് ആയിരുന്നു. രണ്ടുപേരോടും പുഷ് ചെയ്യാൻ വേണ്ടി പറയുന്ന, അവർ രണ്ടുപേരും എൻകറേജ് ചെയ്യുന്ന, രണ്ടുപേരും ടീം എഞ്ചിനീയേഴ്സ്, റേസ് എഞ്ചിനീയേഴ്സ് അവരെ എൻകറേജ് ചെയ്യുന്ന, ഫൈറ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യിപ്പിക്കാനായിരുന്നു അവർ നോക്കിയിരുന്നു. സോ ദാറ്റ്സ് ഗുഡ്. പിന്നെ Also, I think ഹാമിൽട്ടനെ സംബന്ധിച്ചിടത്തോളം Charles was saying I enjoyed the fight. Yes. ഇന്നലെ പറഞ്ഞ പോലെ he was fighting too much എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിന്ന് മാറ്റി he was enjoying it, so it was good to see. അല്ല വേറെ ഒന്നുണ്ട്. ചാൾസ് എക്ലർ ഇപ്പൊ നമ്മൾ മാക്സ് ആയിട്ട് പണ്ടുള്ള ബാറ്റിൽസ് ആണെങ്കിലും വീൽ ടു വീൽ ബാറ്റിൽ ചാൾ ഒരു മെജീഷ്യൻ തന്നെയാണ്. അത് ആ ഗ്യാപ്പ് എൻ്റെ ഒരു മുട്ടുസൂചിന്റെ ഗ്യാപ്പ് ആണെങ്കിൽ പോലും അത് നല്ല വൃത്തിക്ക് മൂവ് ചെയ്യാനും എന്താ പറയാ, അതൊരു മാക്സ് ആയിട്ടും നമ്മൾ കണ്ടതാണത്. വളരെ എന്താ പറയാ, വീൽ ടു വീൽ ബാറ്റിൽ ഒരു ചാമ്പ്യൻ തന്നെയാണ് ഷാർലസ് ലെക്ലർ. പിന്നെ നമ്മള് എന്താ പറയാ, ലൂയിസ് ഹാമിൽട്ടൺ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ഒന്നാമത് ഈ റേസ് എന്താ പറയാ, ഈ ടീം റെഗുലേഷൻസ് അല്ലെങ്കിൽ എഞ്ചിൻ റെഗുലേഷൻസ് ഇങ്ങനെ വലിയ റെഗുലേഷൻ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൽ കിട്ടുന്ന ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ പാക്കിംഗ് ഓർഡർ ഒന്ന് റീഫ്രഷ് ആവും. കാരണം പുതിയ കാറാണ്, അപ്പൊ രണ്ട് ഡ്രൈവേഴ്സും ആദ്യം മുതൽക്കേ ആ വണ്ടീന്റെ ഫിലോസഫി പഠിക്കണം, ആ വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നല്ല. അപ്പൊ പിന്നെ ലൂയിസിനെ സംബന്ധിച്ചോളം ഫ്രെഡ് ആയിട്ട് ഒരു ഹിസ്റ്ററി ഉണ്ട് ലൂയിസിന്. അത് നിങ്ങൾക്ക് അറിയില്ലെന്ന് അറിയില്ല. ലൂയിസ് ഫോർമുല 2 എന്താ പറയാ ചാമ്പ്യൻ ആയ സമയത്ത് ലൂയിസിന്റെ ടീം പ്രിൻസിപ്പൽ ആയിരുന്നു ഫ്രെഡ് വെസ്റ്റോ. അപ്പോൾ ഫ്രെഡിനെ അറിയാം ലൂയിസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു അറിവുള്ളൊരു ടീം പ്രിൻസിപ്പൽ അവിടെ ഉള്ളത് എന്തുകൊണ്ടും ഫെറാറിക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്താ പറയാ, ഫെറാറി എപ്പോഴും നമ്മൾ തീരുമാനിക്കും ഡ്രൈവേഴ്സ് അനുസരിച്ചാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറി ഡ്രൈവേഴ്സിന് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അന്നൊക്കെ ഫെറാറി നന്നായിട്ടേ ഉള്ളൂ. അതിപ്പോ എന്താ പറയാ, നമ്മൾ ലാസ്റ്റ് 2 ചാമ്പ്യൻഷിപ്പും ഫെറാറി ജയിച്ച 2 ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പും അതിപ്പോ മൈക്കിൾ ഷുമാക്കർ ആണെങ്കിലും കിമി റൈക്കണൻ ആണെങ്കിലും അവരൊക്കെ ടീം ലീഡേഴ്സ് ആയിരുന്നു. അവർക്ക് ആ ടീമിനെ അവര് എന്താ പറയാ, ഡ്രൈവർ ഫീഡ്ബാക്ക് ആണ് ഇമ്പോർട്ടന്റ് എന്നൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ സഹായിച്ച ആൾക്കാരാണ്. ആൻഡ് ലൂയിസ് ബീൻ എ 7-time വേൾഡ് ചാമ്പ്യൻ ഹാസ് ദർ എബിലിറ്റി. ആൻഡ് രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാപ്പി ലൂയിസ് എന്നെ കണ്ടിട്ട് കുറച്ചായി. അത് ആ എയറോ റെഗുലേഷൻ വന്ന് പ്രൊപ്പോസിങ് തുടങ്ങിയ ശേഷം ഉള്ള ലൂയിസ് ഹാമിൽട്ടൺ ജസ്റ്റ് ഒരു എന്താ പറയാ, റെലിക് ഓഫ് എ പാസ്റ്റ് ആയിരുന്നു. ഒരു ഷാഡോ ഒക്കെ പോലെയാണ് പല സമയത്തും. ഒരു എന്താ ബോഡി പറയാ, ലാംഗ്വേജ് ഓൾസോ വാസ് ക്വസ്റ്റ്യൻ. കാരണം ആളുടെ തന്നെ ബോഡി ലാംഗ്വേജ് ക്വാളിഫൈങ് വാസ് വെരി ലോ യൂഷ്വലി എപ്പോഴും. ഇപ്രാവശ്യം ചാൾസ് ഈസ് എ ബെസ്റ്റ് ക്വാളിഫയർ ഓൺ ദ ഗ്രിഡ്. റസലിനെ പോലെ മേ ബി റസൽ ഈസ് എ ബെസ്റ്റ് ക്വാളിഫയർ ബട്ട് ചാൾസ് അപ്പ് ദേർ. അപ്പോ he is getting ahead of Charles. അപ്പോ അത് so yeah, it's not like he can't do it. It's just he wanted a reminder he's getting that. അപ്പോ എന്തായാലും അത് സിംഗിൾ ലാപ്പ് എന്താ പറയാ, ക്വാളിഫൈങ്ങിലൊക്കെ എന്താ പറയാ നന്നായിട്ട് ട്യൂണിങ് ചെയ്ത് വണ്ടീനെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കാൻ കഴിവുള്ളവർ. അതിപ്പോ മാക്സ് 23-24 സീസണിൽ ഒക്കെ തൂത്തുവാരെങ്കിലും ഇടയ്ക്ക് പോളിൽ വന്നിരുന്നത് ചാൾസ് പോളിൽ വരും. പക്ഷെ അത് എന്താ പറയാ, അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിരുന്നല്ലോ. ചാൾസ് പോൾ മാക്സ് റേസ് വിൻ. അതത്ര ചാൾസ് 7 തവണ പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 7 തവണ മാക്സ് ആണ് റേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ രജിസ്റ്റർ വെക്കുമ്പോൾ ചാൾസ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് മെഷർ ചാൾസിനും ആസ് എ ഡ്രൈവർ, ആസ് എ ഫ്യൂച്ചർ വേൾഡ് ചാമ്പ്യൻ. കാരണം ഐ പേഴ്സണലി ബിലീവ് ഷാർലസ് ലെക്ലർ ഒരു ചാമ്പ്യൻഷിപ്പ് ജയിക്കും ഈ വരുന്ന ഒരു 5 years വിത്ത് ദ റൈറ്റ് കാർ ഹി കാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. പിന്നെ എന്താ പറയാ, കുറച്ചൊക്കെ കാം ആൻഡ് കമ്പോസ് ആയിട്ട് കുറെയൊക്കെ ബാഡിലൊക്കെ എഫക്ട് ചെയ്ത ഒരു ഡ്രൈവറും കൂടിയാണ് ചാർലസ് ലെക്ലർ കഴിഞ്ഞ 3 സീസൺസ് ഒക്കെ നോക്കുമ്പോൾ. ആൻഡ് ഹി ഹാസ് ലൂയിസ് ഹാമിൽട്ടൺ ആസ് എ ടീംമേറ്റ് ടു ലേൺ ആൻഡ് ടു മെഷർ ഹിംസെൽഫ് അപ്പ്. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ്. സോ ദാറ്റ് ഈസ് എ ഫെറാറി സ്റ്റോറി. ആൻഡ് ലൂയിസ് ഹാമിൽട്ടനെ പറ്റി സംസാരിച്ച് നമുക്ക് ആ ഒരു സെഗ്വേ പിടിച്ചിട്ട് തന്നെ നമുക്ക് നേരെ മെർസീഡിസിനെ പറ്റി സംസാരിക്കാൻ. തൊട്ടോ ബുൾഫ് പറഞ്ഞ കാര്യം ഓൾ മെർസിഡീസ് ഡ്രൈവർ ലൈനപ്പ് ആയിരുന്നു ഇന്നത്തെ പോഡിയം. ആൻഡ് ഇതിപ്പോ ഒരു പാറ്റേൺ ആയി മാറുന്നുണ്ടല്ലേ. മെർസിഡീസ് പോൾ എടുക്കും, ഫെറാറി ടേൺ 1 ഓവർടേക്ക് ചെയ്യും, മെർസിഡീസ് തിരിച്ചു വരും, റിപ്പീറ്റ് റിപ്പീറ്റ്. പേസ് അത്രമാത്രം like they say they are known for developing ഇത്രയും നല്ല എൻജിൻസ്. they proved that again. കംപ്രഷൻ റേഷ്യോന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ അതിന്റെ
പുതിയ മെഷർമെന്റ് ഒക്കെ വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പറയും. പക്ഷെ അതുവരെ ഇറ്റ്സ് ക്ലിയർ ദേ ഹാവ് ദ സ്ട്രോങ്സ്റ്റ് എഞ്ചിൻ. ഐ തിങ്ക് 5-10 ഹാഫ് എ സെക്കൻഡ് ദേ ഹാവ് ഇൻ ഹാൻഡ് പെർ ലാപ്പ് ഐ ഗസ്. പക്ഷെ ഈ പറഞ്ഞ വെൻ ഫെറാറി ആർ ഇൻ ഫ്രണ്ട് അത്ര പെട്ടെന്നൊന്നും പോണില്ല. കുറച്ച് ലാപ്സ് ഹോൾഡ് ഔൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ഇനഫ്. ഫെറാറി നീഡ്സ് ടു ഫൈറ്റ് എ ബിറ്റ് മോർ. കോർണേഴ്സിൽ ഐ തിങ്ക് ഫെറാറി ആർ ദ ബെറ്റർ കാർ ബൈ ഫാർ, ബട്ട് സ്ട്രൈറ്റ് ലൈനിൽ ഇറ്റ്സ് ജസ്റ്റ് മെഴ്സിഡീസ് ഫോർ നത്തിങ് ടു ഡു. ബട്ട് ഐ തിങ്ക് ഈ കിമി ഹാഡ് എ വെരി ഗുഡ് വീക്കെൻഡ്. ആളുടെ സ്റ്റാർട്ടിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആദ്യത്തെ 2 റേസ്. ആളത് വർക്ക് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്തു. ഇറ്റ്സ് ഗുഡ് ടു സീ. ഈ റേസും ചിലപ്പോൾ സ്റ്റാർട്ട് കിട്ടിയില്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് എഫക്റ്റഡ് ഹിം. പക്ഷെ അത് നല്ല സ്റ്റാർട്ട്, ഈ ഡിഡ് എ വെരി ഗുഡ് സ്റ്റാർട്ട്. അതേപോലെ അതെ ക്ലീൻ റേസ് ആയിരുന്നു. ആകെ ഐ തിങ്ക് ഈ മേഡ് എ മിസ്റ്റേക്ക്. ഒരു 3-4 ലാപ്പ് ടുവേഴ്സ് ഒരു ചെറിയൊരു ഫ്ലാറ്റ് സ്പോട്ട് അവൻ തന്നെ പറഞ്ഞ ഒരു ഹാർട്ട് അറ്റാക്ക് കിട്ടിയെന്നത്. ബട്ട് അതർ ദാൻ ദാറ്റ് വെൻ Russell was fighting with Ferrari, he used that, made a gap. പക്ഷെ ആ ഗ്യാപ്പ് ആൾക്ക് ഹോൾഡ് ചെയ്യാനും പറ്റി. ഇറ്റ്സ് നോട്ട് ലൈക്ക് റസൽ അറ്റ് എ പോയിന്റ് ഒരു 2 സെക്കൻഡ് പിടിച്ചെങ്കിലും ഹി ഗോട്ട് ദാറ്റ് ബാക്ക്. സോ യു കാൺ ജസ്റ്റ് സേ അതുകൊണ്ടാണ്. ഐ തിങ്ക് ഹി ഹാഡ് ദ പേസ്, ഹി വാസ് പുട്ടിങ് ഇൻ ഫാസ്റ്റസ്റ്റ് ലാപ്സ്. ഹി വോൺ ഓൺ മെറിറ്റ്. പോൾ എടുത്തു. അതേപോലെ ഡിസേർവിംഗ് ആയ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഹി ക്യാൻ കീപ് ദിസ് അപ്പ് എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ റസൽ വിൽ ജസ്റ്റ് റൺ അവേ വിത്ത് ഇറ്റ്. റസലിന്റെ സാറ്റർഡേ പെർഫോമൻസ് അറിയണതാണ്. മിസ്റ്റർ സാറ്റർഡേ ആണ്. എന്തായാലും ഇഫ് ഹി ഹാസ് എ കാർ ഹി വിൽ ബി അപ് ദെയർ. ഫസ്റ്റോ സെക്കൻഡോ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വാളിഫൈങ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡ്രൈവറാണ്. അപ്പോൾ ഹി വിൽ ബി ദെയർ. അപ്പോൾ ആൾക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ ഇപ്പോൾ തൽക്കാലം ആകെ പറ്റണ ഒരാള് കിമി ആന്റണലിയാണ്. അത് ഈ റേസിൽ കിമി കൊടുത്തു. അപ്പൊ ഇനി കൂടുതൽ ട്രാക്സ് വരുമ്പോൾ ഐ ഹോപ്പ് ഹി വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ഒരു ചാമ്പ്യൻഷിപ്പ് ബാറ്റിൽ കാണാം. ഓൾസോ അതേ ഈ പറഞ്ഞ പോലെ റസലിന്റെ കുറച്ച് പോയിന്റ്സ് ഇറ്റ് ലീറ്റ് അവേ. ഇൻ കേസ് ഫെറാറി ആർ കമ്മിങ് ബാക്ക് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സീസൺ ഓർ ആഫ്റ്റർ ഹാഫ് ഓഫ് ദ സീസൺ, ദിസ് വിൽ ബി വെരി ഇമ്പോർട്ടന്റ്. ഈ പോയിന്റ്സ് ദാറ്റ് റസൽ ഈസ് ഡ്രോപ്പിംഗ്. ബട്ട് മേ ബി കിമി ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കും ഇമ്പോർട്ടന്റ്. യു നെവർ നോ. എങ്ങനെയാണ്, ചെറിയ പയ്യനാണ്. ഹി ഹാസ് കോൺഫിഡൻസ് നോ. പേടിയൊന്നും കാണൂല. അപ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ്. He's not a pushover. He proved that first week fun race winner. വലിയ ഫീറ്റ് ആണ്. ആൻഡ് മുന്നത്തെ വിന്നേഴ്സ് ഒക്കെ they have gone on to be world champions and they're shown. So very good to see from Kimi Antonelli. Russell പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രേറ്റ് റേസർ. യെസ് പക്ഷേ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് വൈനിങ്, കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടെന്നല്ലാതെ ആള് ഇസ് എ വെരി ഗുഡ് റേസർ. ശരിക്കും റോയബിലിറ്റി ഈസ് അപ് ദെയർ വിത്ത് Max or Leclerc if you are looking at their generation. So he is consistent. Restarts വലിയ ഇഷ്യൂ ആണ്. അത് മെഴ്സിഡസിന്റെ ആണ് പ്രശ്നം. പിന്നെ കുറച്ച് ഈ പറഞ്ഞ കംപ്ലൈൻസ് ഉണ്ടായിരുന്നല്ലോ, ഫെറാറി ഈസ് ടു ഫാസ്റ്റ് ഇൻ ദ കോർണേഴ്സ് എന്നൊക്കെ. when he had a rocket ship in the straights. So ultimately he did what he could. Second finish ചെയ്ത് maximum points ആ പൊസിഷൻ ആളോട്. Exactly. He's leading the championship. New world champion maybe. Yeah. I think George Russell 4 പോയിന്റ്. Yeah, yes. 751. I think it's Russell, Antonelli, Leclerc and Hamilton now. Hamilton. ഇപ്പോഴത്തെ ചാമ്പ്യൻഷിപ്പ് ഓർഡർ ഇന്നത്തെ എന്താ പറയാ, റസൽ, ആന്റണലി, ലെക്ലർ, ഹാമിൽട്ടൺ. ലെക്ലറും ഹാമിൽട്ടൺ തമ്മിൽ 1 പോയിന്റ് വ്യത്യാസമുള്ളൂ. 1 പോയിന്റ് ഡിഫറൻസ്. അത് ഇന്നത്തെ സ്പ്രിന്റിൽ 1 പോയിന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ കിമി ആൻഡ് റസൽ തമ്മിൽ 4 പോയിന്റ് വ്യത്യാസമുള്ളൂ. അപ്പോ പിന്നെ ഏതെങ്കിലും ഒരു റേസ്, ഏതെങ്കിലും ഒരു മെഴ്സിഡസിന് ഇതേപോലെ മെക്ലാറിന്റെ പോലത്തെ ഇഷ്യൂസ് ഡ്രൈവർ ടൈം. കാരണം ഒരു റേസിന്റെ ഈ പറഞ്ഞ 25 പോയിന്റ്സ് ഒക്കെ പോവാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 2 races 3 races ടു ക്യാച്ച് അപ്പ്. അപ്പൊ ഇനി അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോഴാണ് ഈ ചാമ്പ്യൻഷിപ്പ് ബാറ്റിൽ കുറച്ചും കൂടെ എക്സൈറ്റിംഗ് ആകാൻ പോകുന്നത്. അൺലെസ് ദിസ് എഞ്ചിൻ പവർ ഡിഫറൻസ് ചേഞ്ചസ്. വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ അഡീഷണൽ ഡെവലപ്മെന്റ് കിട്ടുമെന്ന് അറിയില്ല. ബസർ ഓൾറെഡി അതിന് പ്രിപ്പയർഡ് ആണെന്നാണ് പറയണത്. അപ്പൊ നോക്കാം. അല്ല, ഇതിപ്പോ കിമിയും റസലും തമ്മിൽ ഇപ്പൊ ഒരു 300th അല്ലെങ്കിൽ ഒരു 310th അല്ലെങ്കിൽ ഒരു ഹാഫ് എ സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ഈ ഫെറാറി ക്യാച്ചപ്പ് ചെയ്യുകയാണെങ്കിൽ കിമി വുഡ് ഹാവ് ബീൻ ഈസിലി ദ സെക്കൻഡ് ഡ്രൈവർ. കിമിന്റെ പിന്നെ റെസ്പോൺസിബിലിറ്റി അങ്ങോട്ട് റസലിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ 2 റേസിൽ ഓക്കെ നമ്മൾ ആ മിസ്റ്റേക്സ് സംഭവിച്ചു കിമിന്റെ സൈഡിൽ. ആ സ്റ്റാർട്ടപ്പിൽ യു കീപ് ദാറ്റ് അസൈഡ്. റേസിലെ റിക്കവറിയും റേസ് ക്രാഫ്റ്റും പിന്നെ ആ കാറിന്റെ പൊട്ടൻഷ്യലില് റസലിനെ മാച്ച് ചെയ്യുന്ന, ഇഫ് നോട്ട് റസലിനെ കാറ്റും
നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഇൻസ്റ്റൻസ് നമ്മൾ കണ്ടതുകൊണ്ട്. പിന്നെ ടൊട്ടോയെ സംബന്ധിച്ചോളം ടൊട്ടോയ്ക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു, മാക്സിനെ സൈൻ ചെയ്യാൻ പറ്റിയില്ല, മാക്സ് ചെറുപ്പമായപ്പോ എന്നുള്ളത്. അപ്പോ മാക്സിന് റെഡ് ബുളിന് എന്താണോ മാക്സ്, അതേമാതിരി മെർസിഡീസിന്റെ ഒരു പെറ്റ് പ്രൊജക്ട് ആയിട്ടാണ് കിമീനെ ഇത്രയും ചെറിയ പ്രായത്തിൽ സൂപ്പർ ലൈസൻസിലൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്യിപ്പിച്ച്. സെക്കൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് പോലും കിട്ടിയില്ല എന്നാണ് ഞാൻ കേട്ടത്. കിട്ടിയാലും എനിക്കറിയില്ല. പക്ഷെ സൂപ്പർ ലൈസൻസ് ഒക്കെ പെട്ടെന്ന് പിടിച്ച് ടീമിൽ വെച്ചിട്ട്, അപ്പോൾ അത് ഞാൻ ടീമിനെ ഡൈനാമിക്സിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത് ക്ലെയർ വില്യംസിന്റെ ഒരു ഇന്റർവ്യൂ കാണുന്നു. അപ്പൊ ക്ലെയർ വില്യംസ് ഇങ്ങനെ പറയുന്നു, റസ്സൽ ചെറുപ്പമാകുമ്പോൾ അവരെ ഇതായിരുന്നല്ലോ, എന്താ പറയാ, റിസർവ് ഡ്രൈവർ ആയിരുന്നല്ലോ വില്യംസിന്. അപ്പോ വില്യംസിൽ റിസർവ് ഡ്രൈവർ ഉള്ള സമയത്ത് ഓരോ റേസ് വീക്കെൻഡിന് മുമ്പേയും ഇവരുടെ ഓഫീസിന് പുറത്ത് റസലിങ് നിൽക്കും. ഈ വീക്കെൻഡ് ഒരു സെഷൻ വണ്ടി ഓടിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. ആ ഒരു റസലിന്ന് ഇപ്പൊ ഒരു ടീം ലീഡറായി ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടു റസലിനെ പറ്റി നല്ലതാണ് ആ ക്ലെയർ വില്യംസ് ആ ഇന്റർവ്യൂല് പറയുന്നത്. പക്ഷെ റസലിന് ഒരു കൺസിസ്റ്റന്റ് ത്രെറ്റായി മാറിക്കഴിഞ്ഞാൽ അതെങ്ങനെയാ ടീം ഡൈനാമിക്സിനെ ബാധിക്കും എന്നുള്ളതും, പിന്നെ ആ സമയത്ത് തൊത്തു അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതും, എസ്പെഷ്യലി തൊത്തോന് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നിക്കോ റോസ്ബർഗ് ഹാമിൽട്ടൺ റൈവലറി മാനേജ് ചെയ്ത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിക്കോ റോസ്ബർഗും ഹാമിൽട്ടണും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, ഒരുമിച്ച് വളർന്നു വന്ന ആൾക്കാർ. റസലിനെ സംബന്ധിച്ചിടത്തോളം റസൽ ഒരു സീനിയറാണ്, കിമി ആന്റണി ഒരു എന്താ പറയുക എക്സ് റൂക്കിയും. അപ്പോൾ ആ ഒരു ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു കാര്യം കണ്ടറിയേണ്ടതാണ്. പിന്നെ ഈ എഞ്ചിൻ കംപ്രഷൻ റേഷ്യോനെ പറ്റി എല്ലാം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് എല്ലാരെയും ബാധിക്കല്ലോ എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അപ്പൊ ഈ ആൽപിനും കംപ്രഷൻ എന്താ റേഷ്യോ എല്ലാരും ബാധിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല ഇതിനുള്ളിൽ മെർസിഡീസ് ആണല്ലോ. ഞാൻ മെർസിഡീസ് ടീംസ് എല്ലാവരും അപ്പൊ ഇവര് ഈ വില്യംസ് ഓൾറെഡി ഇപ്പൊ വില്യംസ് ഡൗൺ ആണ്, ഇനിയിപ്പോ അതും കൂടി ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് രണ്ടാമതും ബാക്ക് എൻഡായി മാറുമോ, പിന്നെ ആൽപിൻ എവിടെ കിടക്കും, മെക്ലറൻ എവിടെ കിടക്കും എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. പിന്നെ അവർക്കൊരു ഹാഫ് എ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈ കംപ്രഷൻ റേഷ്യോ. ഐ തിങ്ക് ദേ ആർ സെയിങ് 15-20 HP, അതായത് 2/10 ഓഫ് എ സെക്കൻഡ് ആണ്. അപ്പോഴും ഐ തിങ്ക് മെർസിഡീസ് എഞ്ചിൻ വിൽ ബി ദ വൺ ഓൺ ടോപ്പ്. പക്ഷേ ഗ്യാപ് വിൽ ബി സ്മോളർ, ഫൈറ്റിംഗ് ചാൻസസ് വിൽ ബി ബിഗർ. അവർക്ക് റൂം ഫോർ മിസ്റ്റേക്സ് പറയും. അതാണ് ലുക്കിംഗ് ഫോർവേഡ്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ഫോൾ ഡൗൺ ടു മച്ച്. എഞ്ചിൻ ഇസ് സ്റ്റിൽ ഗുഡ്. പിന്നെ ഫെറാറിനെ സംബന്ധിച്ചോളം ഫെറാറിന്റെ ഇപ്പോഴും ഏറ്റവും വലിയൊരു ആക്ലീസിൽ എന്ന് പറയാനുള്ളത് അവരുടെ ടയർ ഡിഗ്രഡേഷൻ ആണ്. അവർക്ക് ഇത് ഇപ്പോഴും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ ടയർ മെർസിഡീസിനെക്കാളും മുമ്പേ തേഞ്ഞു പോകുന്നുണ്ട്. അതെന്താണ് അതിന്റെ ഇഷ്യൂ എന്ന് അവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ റെഡ് ബുളിനൊക്കെ ഉണ്ടായ പോലെ തന്നെ ഡ്രൈവബിലിറ്റി ഇഷ്യൂസ് നമ്മൾ ഫെറാറിയിലും നില കണ്ടതാണ്. സ്പ്രിന്റിന്റെ റീസ്റ്റാർട്ടിലൊക്കെ കണ്ടില്ലേ, ഷാള് വണ്ടി തെന്നി പോവായിരുന്നു ആക്സിലേറ്റർ ഓട്ടുമ്പോൾ. സോ അവിടെ റൂം ഫോർ ഇംപ്രൂവ്മെന്റ് എന്തായാലും ഉണ്ട്. But overall, strong weekend for Ferrari, strong weekend for Mercedes. Again, 1-2. രാഹുൽ എന്ത് തോന്നുന്നു, ജോർജ് റസലിന്റെ മൈൻഡിൽ ഇപ്പൊ എന്തൊക്കെ ഓടുന്നുണ്ടാവുക ആസ് എ ടീം മേറ്റ്? 5 സെക്കൻഡ് ബാക്കാണ് ഇൻ ദി എൻഡ് ഫിനിഷ് ചെയ്തത് കിമീന്റെ. വലിയ ഇമ്പാക്ട് he was fighting with Leclerc and Russell, Hamilton കുറെ. അപ്പൊ ആ സമയത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ he lost time. അതും takes a toll on the tire. പിന്നെ I think there was enough to catch him. Russell will be confident because he knows, qualifying and race pace. He has the experience. He's a confident driver. Russell അങ്ങനെ പണ്ടോട്ടെ is always been confident. അപ്പോ റസൽ കോൺഫിഡന്റ് തന്നെ ആയിരിക്കും. ലൈക്ക് he'll be able to grab this championship up provided ഈ കാർ stays the same. അപ്പോ ആന്റലിയുടെ ഈ ഒരു പെർഫോമൻസ് വെച്ച് I don't think it will affect Russell too much. ബട്ട് കുറച്ച് he'll be on his toes. എന്തായാലും കുറച്ചും കൂടെ മറ്റേ ക്വാളിഫൈങ് ഒക്കെ വരുമ്പോൾ he'll push a bit more. I don't think ഇപ്പൊ Mercedes pushing 100% in qualifying. ഇപ്പോഴും ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്. I think they still have a bit in hand. അപ്പോ റസൽ ഈ പറഞ്ഞാൽ ഈ സീസൺ they are saying consistent laps ആണ് more important than one fast lap. കാരണം ബാറ്ററി ഡിപ്ലോയ്മെന്റ് ഈ സിസ്റ്റം പഠിച്ച് ചെയ്യണമുണ്ട്. ഐ തിങ്ക് they are not pushing it to that limit. ആ ഒരു ആസ്പെക്ട് നോക്കും. പക്ഷെ I think he'll have to start pushing more. If Anthony is they are pushing each other, they'll eventually bring out the best. ആ എഞ്ചിന്റെ ഫുൾ പൊട്ടൻഷ്യൽ maybe it will come out. We'll see. പാർട്ടി മോഡ് ഫുൾ ഫ്ലോയിൽ ചിലപ്പോൾ കാണാൻ പറ്റും.
ഉം. ഇത് പാർട്ടി മോഡിനെ പറ്റി പറഞ്ഞപ്പോഴാണ് മറ്റേ ബാറ്ററി ഡിപ്ലോയ്മെന്റിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് അടുത്ത റൗണ്ട് ഇനി ജപ്പാനിൽ വെച്ചിട്ടാ. ജപ്പാനിലുണ്ട് ലാസ്റ്റ് സെക്ടറിൽ ഒരു വലിയ സ്ട്രെയിറ്റ്. അതിന്റെ പാതി എത്തുമ്പോഴേക്കും ബാറ്ററി തീരാനുള്ള ചാൻസ് ആണ് നമ്മൾ കാണുന്നത്. ആ കോർണറിന്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ, മറന്നുപോയി. ഉം, Yeah, yeah. The thing is, ആ, Japan is a very different track. ഈ രണ്ട് കഴിഞ്ഞ ഉം, റേസ് വെച്ച് നോക്കുമ്പോൾ കോർണേഴ്സിന് കുറച്ചും കൂടെ ഐ തിങ്ക് എംഫസിസ് ഉണ്ട്. ഐ തിങ്ക് ഉം, ദ ചാലഞ്ച് വിൽ ബി ബിറ്റ് ഡിഫറെന്റ് ഈ മെഴ്സഡസിന്. ഉം, ഈ പറഞ്ഞ ആ ഡെഫിസിറ്റ് ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ എടുക്കുമായിരിക്കും, ബട്ട് ഐ തിങ്ക് കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും തോന്നുന്നുണ്ട് ഉം. ഇൻ ടോട്ടൽ. ശരിക്കും ഐ ആം വെരി സർപ്രൈസ് വിത്ത് ദിസ് റെഗുലേഷൻ. എക്സൈറ്റിംഗ് ആണ്. അപ്പൊ ആ റേസ് ഭയങ്കരമായിട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ്. 2 ആഴ്ചയുണ്ട്. ഉം. Yeah, but I'm hoping there will be a lot of overtakes, I'm sure, and lot of DNFs. എക്സാക്ട്ലി. അതില ജപ്പാന്റെ ഒരു ഭയങ്കര ഒരു ലാസ്റ്റ് ഒരു കോർണർ ഉണ്ടല്ലോ, R32 അതിനെന്തോ പറയല്ലോ അവര്, Yeah, 130R. അത് long, 130R. അത് long ആ, ഇതല്ലേ? ലോങ് ഇവിടെ ലെഫ്റ്റ് ആണ്, straight. 130R എന്ന് പറയും. Ah, പണ്ട് ഫെർണാൻഡോ yeah, അലോൻസോ മറ്റേ മൈക്കൽ ഷുമാക്കറിനെ ഔട്ട് സൈഡിൽ നിന്ന് ah, ഓവർടേക്ക് ചെയ്തത്. എന്നിട്ട് not, ഫെർണാൻഡോ പറഞ്ഞു എനിക്കറിയാം ഞാൻ correct. ബ്രേക്ക് ചവിട്ടുന്നു, വലിയ ഭാര്യം കുട്ടിയുള്ളതാണ് പറഞ്ഞ But it's not a ആ ഒരു straight എന്ന് പറഞ്ഞപ്പോൾ I got confused. ഇല്ലല്ല സ്ട്രൈറ്റ് Not അല്ല. like, ആ ലാസ്റ്റ് ഒരു സെക്ടർ ഉണ്ടല്ലോ, സെക്ടർ 3 ആ 130R ഉണ്ടല്ലോ, മറ്റേ എന്താ പറയുക, ഔട്ട് സൈഡിൽ നിന്ന് ഒരു ഓവർടേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസൈഡിലുള്ള ആള് എന്തായാലും ഒന്ന് ആക്സിഡന്റ് ഒന്ന് കാലെടുക്കും. ആ സെക്ഷനിൽ ഇവരെ ബാറ്ററി ഡെപ്ലോയ്മെന്റ് ആയിരിക്കും. അതിന്റെ പകുതി എത്തുമ്പോഴേക്കും ബാറ്ററി തീരുന്നാണ് ഇപ്പൊ നിലവിലെ ഒരു അവസ്ഥ കണ്ട് തോന്നുന്നത്. ആൻഡ് yeah, ജപ്പാൻ അഗെയിൻ ഷാർപ്പ് കോർണേഴ്സ് ഇല്ല. ഒരു ഇതുണ്ട്, എന്താ പറയാ, ഒരു ഹെയർ പിൻ ഉണ്ട് തോന്നുന്നു, പക്ഷെ ബാക്കിയൊക്കെ yeah, ഫ്ലോയിങ് കോർണേഴ്സ്. അവിടെ എങ്ങനെയൊക്കെ ബാറ്ററി റിക്കവർ ചെയ്യും, എവിടെയൊക്കെ ഡിപ്ലോയ് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് രസം ഉണ്ടാവുക. സോ കാർത്തിക്, ഫൈനൽ തോട്ട്സ്. Final thoughts. I am Kimiki. It's a very good weekend. I think he maximized on George qualifying troubles. ജോർജിന് Q3 ഉണ്ടായിരുന്ന ട്രബിൾസ് ആൻ്റണലി നല്ലോണം യൂട്ടിലൈസ് ചെയ്തു. ആൻഡ് I feel like it was a very good weekend, both very entertaining for the fans and very good results for some teams. ആൻഡ് ജപ്പാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ കോർണറിങ്ങിൽ കുറേ സ്പീഡ് അല്ല, കോർണറിൽ കുറേ ടൈം ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കാണ്. ആൻഡ് ഐ തിങ്ക് ഫെറാറി ഷുഡ് ഹോപ്പ് ടു യൂട്ടിലൈസ് ദാറ്റ് ആൻഡ് ഗിവ് മെർസിഡീസ് ദ റൺ ഫോർ ദർ മണി. അപ്പം ഐ ലുക്ക് ഫോർവേഡ് ആൻഡ് ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇപ്പം ജോർജ് കിമീനെ എൻ്റെ ചെറിയ അനിയനാണ്, വളർന്നു വരുന്ന പയ്യനാണെന്നൊക്കെ ആ ഒരു ഡൈനാമിക്കാണ്. But when he starts chipping away his lead or chipping away his points, ആ ഡൈനാമിക് എങ്ങനെ മാറും എന്നുള്ളതും നമുക്ക് കണ്ടറിയാം. കാരണം ആസ് വി ഓൾ നോ ജോർജ് അങ്ങനെ വിട്ടുകൊടുക്കണ ആളല്ല ഒന്നും. അപ്പം ഹീ വിൽ ഈവൻ ഗോ അഗെയിൻസ്റ്റ് മാക്സ് വെർസ്റ്റാപ്പൻ ഇഫ് ഹി ഹാസ് ടു. അപ്പം അങ്ങനെ ഒരു ഡൈനാമിക് എന്താവും നമുക്ക് കണ്ടറിയാം. ആ സമയത്ത് ടോട്ടോ എങ്ങനെ റിയാക്ട് ചെയ്യും, ദാറ്റ് വിൽ ഓൾസോ ബി വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് വീക്കെൻഡ്. ഫൈനൽ തോട്ട്സ്. അത് എക്സൈറ്റിംഗ്. ലൈക്ക് ഈ റേസ് ഐ തിങ്ക് കഴിഞ്ഞ കുറെ ഇയേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റേസസ്. The best, yes. ലോട്ട് ഓഫ് ഓവർടേക്സ്. കാർ ഈസ് ഏബിൾ ടു ഫോളോ ടൈറ്റ് ആയിട്ട് കോർണേഴ്സിൽ. അതൊക്കെ കണ്ടിട്ട് ഒരുപാടായി. ഐ മീൻ ദർ ഹാസ് ബീൻ ഓവർടേക്സ്, ബട്ട് ഇത്രയും ബാക്ക് ആൻഡ് ഫോർത്ത്, അത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബാറ്ററി ഡിപ്ലോയ്മെന്റ്. ഐ തിങ്ക് എബിലിറ്റി ടു ഫോളോ വലിയൊരു. അപ്പൊ പിന്നെ ട്രാക്ക് ലൈക്ക് സുസുക വിത്ത് ഫ്ലോയിങ് കോർണേഴ്സ് സൈഡ് ബൈ സൈഡ് കാണാൻ ഭയങ്കര. So I'm excited, looking forward to it. Yeah, I'm waiting for the next race. And hopefully a Ferrari win. ഞാനൊരു ഫെറാറി വിൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതിന്റെ ട്രാക്ക് ലേഔട്ട് കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ഹെയർ പിനും ഒരൊറ്റ 90 ഡിഗ്രി ഷാർപ്പ് കോർണേഴ്സേ ഉള്ളൂ. അത് ആ ലാസ്റ്റ് സെക്ടറിൽ ആ എന്താ പറയാ, ആ 130R കഴിഞ്ഞിട്ട് ഒരു ഷാർപ്പ് ബ്രേക്കിങ്ങും പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റും ആണ്. അവിടെ മാത്രമേ ഷാർപ്പുള്ളൂ, ബാക്കിയൊക്കെ ഫ്ലോയിങ് കോർണേഴ്സ് ആണ്. ഫ്ലോയിങ് കോർണേഴ്സ് ആണ് നിലവിൽ ഫെറാറിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയി കാണുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. സുസുക്ക അടുത്ത ആഴ്ചയാണ്. അപ്പോ നമ്മൾ ഇതിന്റെ ഈ പോഡ്കാസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈവായിരിക്കും നമ്മളെ സ്ട്രീം. സോ ഡു ജോയിൻ അസ്. നിങ്ങൾക്ക് റേസ് നടക്കുമ്പോൾ ഞങ്ങളോട് ഇന്ററാക്ട് ചെയ്യുക ത്രൂ ദ കമന്റ് സെക്ഷൻ. ഞങ്ങളുടെ അറിവിന്റെയും കഴിവിന്റെയും പരിമിതിയിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്.
പിന്നെ ലെറ്റ്സ് ബിൽഡ് അപ്പ് ദിസ് കമ്മ്യൂണിറ്റി. നാട്ടിൽ കുറെ ഫോർമുല 1 ഫാൻസ് ഉണ്ടെന്ന് അറിയാം. സോ ലെറ്റ്സ് ബിൽഡ് അപ്പ് എ സ്ട്രോങ് കമ്മ്യൂണിറ്റി ആൻഡ് ഹോപ്പ്ഫുള്ളി ഒരു ദിവസം ഫോർമുല 1 ഇന്ത്യയിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഒരു കേരള ഘടകം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ അവിടെ പോകാൻ പറ്റിയിരിക്കും. അപ്പോ സോ ഡു ജോയിൻ us for the next race weekend. We will be streaming live qualifying and race, and അതിനുശേഷം ഇതേപോലെ ഒരു റേസ് റിവ്യൂ പോഡ്കാസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിൽ റേസ് കഴിഞ്ഞ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് that's pretty much it. Thank you so much for joining. അപ്പോ ജപ്പാനിൽ വെച്ച് കാണാം. താങ്ക് യു ഗൈസ്. Yeah. See you. Bye.